സ്നേഹ ഹൗസ് ആണ്, ഹിന്ദിയാണ് എടുക്കുന്നത്. വരും നമുക്ക് കുറച്ചു നേരം ഹിന്ദി പഠിക്കാം. അപ്പൊ നാളെയാണ് നമ്മുടെ ഹിന്ദിയുടെ എക്സാം വരുന്നത് അല്ലെ. കുറെ ആൾക്കാർ ഡിപ്രഷൻ അടിച്ചിരിക്കുകയെന്നറിയാം. എന്താ ഇനി ചെയ്യേണ്ടതെന്ന് ഒരു ഐഡിയ ഇല്ലാണ്ട് ഇരിക്കുകയെന്നറിയാം. അപ്പം അവസാനത്തെ ഒരു കച്ചിത്തുരുമ്പ് എന്ന് നമ്മൾ പറയില്ലേ, ആ കച്ചിത്തുരുമ്പാണ് ഇതേ നമ്മളിപ്പോൾ എടുക്കാൻ വേണ്ടി പോകുന്നത്. ഒന്നും അറിയില്ലെങ്കിൽ ഇതങ്ങ് പഠിച്ചങ്ങ് പോവുക, അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പൊ എന്ത് ചെയ്യുക, ഒരു പേപ്പറും ബുക്കോ പെന്നോ എന്താച്ചാ എടുത്ത് ഇരിക്കുക. നമുക്ക് സമയം ഇല്ലാത്തതാണ്, അതുകൊണ്ട് എന്ത് ചെയ്യാണ്, വെറുതെ വീഡിയോ നോക്കിയിരിക്കാനുള്ള സമയം നമുക്കില്ല. അതുകൊണ്ട് കൃത്യമായിട്ട് എഴുതിയെടുക്കുക, പഠിക്കുക, അങ്ങ് പോവുക കേട്ടോ. എന്താണ് പറയാൻ പോകുന്നത് എന്ന് വെച്ചാൽ, നമ്മൾ ഈ ചാപ്റ്ററിനെ കുറിച്ചിട്ടുള്ള പോയിന്റ്സുകളാണ് പറയാൻ പോകുന്നത്. അപ്പൊ നമുക്ക് ഫുള്ളായിട്ട് നമ്മുടെ പാഠം എന്താണ്, വായിക്കുക എന്നുള്ള കാര്യം ഈ ഒരു സമയത്ത് നടക്കുന്ന കാര്യേ അല്ല. അതുകൊണ്ട് നമുക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യം എന്താണ്, ആ പാഠത്തിനെ കുറിച്ച് ഒരു ഐഡിയ ഉണ്ടാക്കി വെക്കുക എന്നുള്ളതാണ്. അത് മാത്രമല്ല, ഈ കീ പോയിന്റ്സ് പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് എന്താണ്, നമ്മുടെ മാർക്ക് സെറ്റ് ആക്കുക എന്നുള്ളതാണ്. ഒരു ഏകദേശ രീതിയിൽ നിങ്ങൾ ഡയറിയും അല്ലെങ്കിൽ ലെറ്റർ ഇങ്ങനത്തെ ഫോർമാറ്റുകളൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. നിങ്ങൾ 9ാം ക്ലാസ് 8ാം ക്ലാസ് തൊട്ടേ പഠിക്കുന്ന ഒരു സംഭവമാണത്. നിങ്ങൾ പഠിക്കാത്ത കാര്യം എന്ന് പറയുന്നത് ഇതിന്റെ പോയിന്റ്സ് ആണ്, പാഠഭാഗത്തിനെ കുറിച്ചുള്ള ഒരു ഐഡിയ ആണ്. വളരെ സിമ്പിൾ ആയിട്ട്, ഇനി ഇതിനും സിമ്പിൾ ആക്കാൻ വേണ്ടി പറയരുത്, വളരെ സിമ്പിൾ ആക്കി മക്കൾക്ക് പഠിക്കാൻ പറ്റുന്ന രീതിയിൽ എന്ത് മാറ്റിയിട്ടുണ്ട്, നമ്മൾ ഇത് മാറ്റിയിട്ടുണ്ട്, ഈ പോയിന്റ്സ്. അപ്പൊ എന്ത് ചെയ്യാ, പഠിക്കുക. 5 ചാപ്റ്റേഴ്സ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. നമുക്ക് അറിയാലോ, ഖിഡ്കി ഉണ്ട്, ഹൈക്കു ഉണ്ട്, റെയിൻ ബസേരിമ എന്ന് പറയുന്ന പാഠമുണ്ട്, മേരി ദുനിയ കി തമാം ബച്ചി എന്ന് പറയുന്ന കവിതയുണ്ട്, അതേപോലെ തന്നെ വൈറ്റ് ക്യാപ്പ് എന്ന് പറയുന്ന പാഠത്തിന്റെ കുറച്ച് ഭാഗങ്ങളും ഉണ്ട്. അങ്ങനെയാണ് നമ്മുടെ എക്സാമിന് വരാൻ വേണ്ടി പോകുന്നത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഓരോ പാഠത്തിനെ കുറിച്ച് ഒരു ഐഡിയ അങ്ങ് ഉണ്ടാക്കി വെച്ചാൽ പിന്നെ ആ ടെൻഷൻ അങ്ങ് തീർന്നില്ലേ. ഓക്കെ, ഉണ്ടാക്കി തരാം. അപ്പൊ ഈ ലെറ്റർ, ഡയറി, ഈ വക സാധനങ്ങളാണ് ചോദിക്കുക. മക്കൾക്ക് വേറൊന്നും പുറത്തൊന്നും ചോദിക്കാനൊന്നുമില്ല, ആകെ ഹിന്ദിയിൽ ഇത് ഈ കുറച്ച് സാധനങ്ങൾ ചോദിക്കാനുള്ളൂ. ഒന്നെന്താണ് ഡയറി, പിന്നെ എന്താണ് ഒന്ന് ലെറ്റർ, പിന്നെ റെപ്പട്ട്. ഇത് ഈ ഒരു ഭാഗത്ത് ഓണം എക്സാമിന് വരാൻ നമുക്ക് ചാൻസ് കുറവാണ്. അതിന്റെ ഫോർമാറ്റ് ഒന്നും പഠിക്കണമെന്നില്ല. പോസ്റ്റ് നമുക്ക് ചാൻസ് ഉണ്ട്, വന്നാലും നിങ്ങൾക്ക് മാർക്ക് കിട്ടുന്ന രീതിയിലേ ചോദിക്കുള്ളൂ. അത് ടെൻഷനുള്ള കാര്യമൊന്നുമല്ല. പോസ്റ്റ് വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് എഴുതാൻ വേണ്ടി പറ്റും. ആശയം മസ്റ്റ് ആണ്, എന്തായാലും ചോദിക്കുക. അത് മിക്കവാറും മേരി ദുനിയാക്കി തമാം ബച്ചി എന്ന് തന്നെയാണ് ചോദിക്കാൻ പോകുന്നത്. പിരമിഡ്, വാക്യ വിസ്താർ കരെ 3 മാർക്കിന് ഷുവർ ക്വസ്റ്റ്യൻ ആണ്, എന്തായാലും വരും. അത് എങ്ങനെയാണ് എഴുതുന്നത് എന്നുള്ള ഒരു ചെറിയ രീതിയിൽ ഉണ്ടാക്കി വെക്കണം. നമ്മൾ ഷോർട്ട് ആക്കി ഇടും. അപ്പൊ മക്കൾ എന്ത് ചെയ്യുക, അത് കാണും കേട്ടോ. പിന്നെ വാർത്താലാപ് മക്കളെ, വൈറ്റ് ക്യാപ്പ് എന്ന് പറയുന്ന പാഠഭാഗത്ത് നിന്ന് മിക്കവാറും മക്കൾക്ക് നമ്മുടെ ഈ ഒരു വാർത്താലാപായിരിക്കും വരിക. കാരണം നമുക്ക് കേശവിന്റെ ക്യാരക്ടർ സ്കെച്ച് വരാനോ, ഇപ്പൊ ക്യാരക്ടർ സ്കെച്ച് ഒക്കെ വരുവാണെങ്കിൽ കേശവിന്റെ ആണ് വരും. പക്ഷെ അതിന് വേണ്ടിയിട്ട് മാത്രം എന്താണ് നമ്മുടെ പാഠഭാഗം ഇല്ല, 3-1 ഭാഗം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അതിനനുസരിച്ച് നമുക്ക് വാർത്താലാപായിരിക്കും മിക്കവാറും വൈറ്റ് ക്യാപ്പ് എന്ന് വരും കേട്ടോ. അല്ലെങ്കിൽ പട്കഥ എന്റെ മക്കളെ, പട്കഥ ഇല്ലാത്ത ക്വസ്റ്റ്യൻ പേപ്പറുകൾ ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് പട്കഥയുടെ ഫോർമാറ്റും കൂടി നമുക്ക് ഈ ഒരു ക്ലാസ് തന്നെ അങ്ങ് പഠിച്ചോളാം കേട്ടോ. ഓക്കെ, പിന്നെ എന്താണ് ചരിത്രഗത വിശേഷിതയാം, നമ്മുടെ ക്യാരക്ടർ സ്കെച്ച് വരാൻ ചാൻസ് കുറവാണ്. ഓക്കെ, വരുവാണെങ്കിലും കേശവന്റെ ഒക്കെയാണ് വരാൻ ചാൻസ് കേട്ടോ. പകലാത്മയുടെ വരാൻ ചാൻസ് നമ്മൾ കാണുന്നില്ല. ഓക്കെ, ഇത്രയെങ്കിലും എന്റെ മക്കൾ പഠിക്കണം. അപ്പൊ ഇതൊക്കെ പഠിക്കണമെങ്കിൽ എന്ത് ചെയ്യണം, പാഠത്തിനെ കുറിച്ച് നല്ല കൃത്യമായിട്ടുള്ള ഒരു ഐഡിയ നിങ്ങൾക്ക് വേണം. അതാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. വളരെ കുറച്ച് പോയിന്റ്സ്, ഒരുപാട് വാരി വലിച്ചൊന്നും എന്റെ മക്കൾ പഠിക്കാൻ ഞാൻ പറയുന്നില്ല. ഇപ്പൊ അവസാന നിമിഷം ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, ഒരു 7 പോയിന്റ്സിൽ നമ്മുടെ ഖിഡ്കി, 7 പോയിന്റ്സിൽ നമ്മുടെ റെയിൻ ബസേരമേ, മേരി ദുനിയാക്കി തമാം ബച്ചയിൽ കവിതയിൽ എഴുതാൻ പറ്റിയിട്ടുള്ള കുറച്ച് പോയിന്റ്സ്. അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, ഇത് സെറ്റ് ചെയ്തേക്കുന്നത് കേട്ടോ. പിന്നെ ഹൈക്കോല് നിങ്ങൾ മെയിൻ ആയിട്ട് പഠിക്കേണ്ട കുറച്ച് സാധനങ്ങൾ. അപ്പൊ ഇത് ഫുള്ള് കാണാം, ആ വീഡിയോ ഫുള്ള് നമുക്ക് ഇമ്പോർട്ടൻസ് ആണ്, അതിൽ ഒന്നും വേണ്ടാത്ത ഇല്ല കേട്ടോ. അപ്പൊ നമുക്ക് എന്താണ്, ഖിഡ്കിയിൽ നമുക്ക് ഒരു 7 പോയിന്റ്സ് പഠിച്ചാൽ മതി. 10 പോയിന്റ്സും പോലും ഞാൻ പറയുന്നില്ല, 7 പോയിന്റ്സിന്റെ കാര്യമാണ് പറയുന്നത്. ഇത്രയും പഠിച്ചാൽ തന്നെ നമ്മുടെ പാഠഭാഗം നമുക്ക് സെറ്റായി. ഓക്കെ, ഇനിയിപ്പോ 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ വരുന്ന സമയത്ത് അറിയില്ല എന്ന് പറഞ്ഞിരിക്കരുത്. ഈ പോയിന്റ്സ് ഒക്കെ നിങ്ങൾ കഷ്ടപ്പെട്ട് പഠിച്ചിട്ടുണ്ടല്ലോ, ആ പഠിച്ച പോയിന്റ് വെച്ചിട്ട് എന്തെങ്കിലും തള്ളി മറിക്കാൻ നിങ്ങൾക്ക് പറ്റണം. ഹിന്ദി എക്സാമിന് അറിയില്ല എന്ന് പറഞ്ഞിരിക്കാൻ പാടില്ല. അറിയുന്ന സാധനം എന്താണോ അത് വെച്ച് ഒരു കലക്കങ്ങ് കലക്കുക. അതാണ് നമ്മൾ ചെയ്യണം കേട്ടോ. നിങ്ങളെ കൊണ്ട് കഴിയും, കഴിഞ്ഞില്ലെങ്കിൽ വേറെ ആരെക്കൊണ്ടും കഴിയാൻ പോകുന്നില്ല, അത് ആലോചിക്കുക കേട്ടോ. അപ്പൊ നമുക്ക് ഖിഡ്കിയിൽ നിന്നും കുറച്ച് പോയിന്റ്സ് പഠിക്കാം. വളരെ എളുപ്പത്തിലാണ് തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പൊ എന്ത് ചെയ്യുക, എഴുതിയെടുക്കുക, മലയാളം എഴുതിയെടുക്കുക, പഠിക്കുക കേട്ടോ. ഇരുന്നിട്ട് ഹോഷിയാപൂസെ ഷാദിക ബുലാവ ആയാത്ത, ഇത് ഞാൻ എങ്ങനെയാണ് എഴുതിയേക്കുന്ന വെച്ചാല് ഡയറിയും ലെറ്ററും നമുക്ക് എഴുതാൻ പറ്റിയ രീതിയിലാണ്. എന്തായാലും നമുക്ക് പത്നിയുടെ, നമ്മുടെ ഭാര്യയുടെ അല്ലെങ്കിൽ ഭർത്താവിന്റെ ഒക്കെ എന്തായിരിക്കും വരിക, ഒരു ഡയറിയോ ലെറ്ററോ അങ്ങനെയൊക്കെ വരുവാണെങ്കിൽ നമുക്ക് എഴുതാൻ പറ്റിയ രീതിയിലാണ് ഈ കീ പോയിന്റ്സ് കിടക്കുന്നത് കേട്ടോ. അപ്പൊ അല്ലാതെ കഥ പോലെ സമ്മറി പോലെ അല്ല എഴുതിയേക്കുന്നത്, നിങ്ങൾക്ക് ഡയറക്റ്റ് അതിൽ കൊണ്ടിടാൻ പറ്റിയ രീതിയിലാണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത് കേട്ടോ. അപ്പൊ ഇതിലൊരു വ്യത്യാസം വരുത്തേണ്ട ആവശ്യമില്ല, ഡയറിയോ ലെറ്ററോ ചോദിച്ചിട്ടുണ്ടെങ്കിൽ കേട്ടോ. അപ്പൊ ആകെ
മാറ്റേണ്ടത്. ഇതിപ്പോ പതിയുടെ രീതിയിലാണ് എഴുതിയിട്ടുള്ളത്. നോക്കാം, പതിയുടെ രീതിയിലാണ് എഴുതിയിട്ടുള്ളത്. നിങ്ങൾ പത്നീന്റെ വരുന്ന സമയത്ത് ദേ മേരാ പിത എന്നുള്ളതിന് പകരം എന്താണ് എന്റെ ഭർത്താവിന്റെ അച്ഛൻ എന്നാക്കി കൊടുക്കുക. അത്ര കുഞ്ഞു വ്യത്യാസം മാത്രമേ ഉണ്ടാവുള്ളൂ കേട്ടോ. ബാക്കിയൊക്കെ സെയിം ടു സെയിം ആണ്. എന്താ അവിടെ സംഭവിച്ചത്? ഒരു കല്യാണത്തിന് പോയി, ട്രെയിനിലാണ് പോയത്. ട്രെയിനിൽ വെച്ചിട്ട് പിതാവിന് നമ്മുടെ പതിക്ക് ഭർത്താവിന് അച്ഛന്റെ ഓർമ്മ വന്നു. ഖജ്രാരി ആങ്കോമാലി യുവതീനെ കണ്ടു. ഇത് പിന്നെ എന്താണ് 250ന്റെ 150 മേടിച്ചു ഷോള്. അത്രേ സംഭവിച്ചിട്ടുള്ളൂ. അത് നമ്മൾ ഹിന്ദിയിലാക്കാൻ പോവാ കേട്ടോ. നോക്കാം, ഹോഷിയാർപൂർ സെ ഷാദി കാ ബുലാവ ആയാ താ. ഹോഷിയാർപൂരിൽ നിന്നും ഷാദി എന്നാണ് കല്യാണത്തിന്റെ എന്ത് വന്നിട്ടുണ്ടായിരുന്നു? വിളി വന്നിട്ടുണ്ടായിരുന്നു. ഏത് സ്ഥലത്ത് നിന്നാണ് വന്നത് നമുക്ക് ഒരു പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. ഹോഷിയാർപൂർ എന്നാണ്, അത് മറന്നു പോകരുത്. പിന്നെന്താണ് ട്രെയിൻ മേ ജാന തൈ കിയ. അവർ ഏതിലാണ് പോയിട്ടുണ്ടായിരുന്നത്? ബസ്സിലാണോ? അല്ല, ട്രെയിൻ മേ ജാന ചെന്നാണ് പോകാൻ. തൈ കിയ ചെന്നാൽ തീരുമാനം എടുത്തു എന്നുള്ള അർത്ഥം കേട്ടോ. തീരുമാനം, തൈ കിയ തീരുമാനം എടുത്തു എന്ന് പറയുവാണ്. അപ്പൊ ഹോഷിയാർപൂരിൽ പോയി ട്രെയിനിൽ പോകാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തു? തീരുമാനം എടുത്തു. സാലും കെ ബാദ് ജനറൽ കോച്ച് മേ യാത്ര കിയ. നമ്മൾ എന്തിലാണ് യാത്ര പോയിട്ടുള്ളത്? ജനറൽ കോച്ചിലാണ്. അപ്പൊ നോക്കുക, എന്താണ് സാലും ബാദ്, വർഷങ്ങൾക്ക് ശേഷം. വളരെ ഈസി ആട്ടോ ഇത് പഠിക്കാൻ വേണ്ടിയിട്ട്. ജനറൽ കോച്ചില് യാത്ര കിയ, യാത്ര ചെയ്തു. പിന്നെന്താണ് യാത്ര കർത്തെ സമയ, യാത്ര ചെയ്യുന്ന സമയത്ത് ഏക് ഖജറാരി ആംഖോം വാലി യുവതി ഷാൾ ബേച്ച്നെ കെ ലിയെ ആയി. ഓക്കെ, ഖജറാരി ആംഖോം വാലി ഒന്നും കിട്ടിയില്ലെങ്കിൽ വേണ്ട, യുവതി, ഒരു യുവതി എന്നെങ്കിലും മക്കൾ പഠിച്ചു വെക്കുക കേട്ടോ. ഖജറാരിക്ക് ഒരു രസത്തിനിടുന്ന കണ്ണെഴുതിയല്ലേ, നമ്മൾ കൺമഷി എഴുതിയിട്ടുള്ള കണ്ണുകളാൽ അങ്ങനെയൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ, അതാണ് ഉദ്ദേശിച്ചത്. ഖജറാരി ആംഖോം വാലി, കണ്ണുകളുള്ള ഒരു യുവതി. എന്ത് ബേച്ച്നെ കെ ലിയെ? ഷാൾ ബേച്ച്നെ കെ ലിയെ. ഷാൾ എഴുതുമ്പോൾ ശ്രദ്ധിക്കണേ, ഒരു മുകളിൽ ഒരു ചന്ദ്രക്കല ഉണ്ട് കേട്ടോ. ഷാൾ ബേച്ച്നെ കെ ലിയെ, ഷാള് വിൽക്കാൻ വേണ്ടിയിട്ട്. ബേച്ച്നെ കെ ലിയെ, ആ വാക്ക് പഠിക്കണം കേട്ടോ. ആയി വന്നു. ഓക്കെ, എന്നിട്ട് എന്ത് സംഭവിച്ചത്? ഉസ് യുവതി കോ ദേഖ്കർ, ആ യുവതിയെ കണ്ടപ്പോൾ മുജെ അപ്നെ പിതാക്കി യാദായി. ഇതേ ഈ മുജി എന്നുള്ള ഭാഗം ഉണ്ടല്ലോ, ആ ഭാഗം മക്കൾ ശ്രദ്ധിക്കുക. അതെന്താണ്? ഞാൻ പറഞ്ഞു, ഇത് നമ്മുടെ പതി എഴുതുന്നത് പോലെയാണ്. അതായത് ആരാണോ പറയുന്നത്, ആ ഭർത്താവ് പറയുന്നത് പോലെയാണ് ഞാൻ എഴുതിയിട്ടുള്ളത് കേട്ടോ. അപ്പൊ നമുക്ക് എനിക്ക് എന്റെ അച്ഛന് ഓർമ്മ വന്നു. ഇനിയിപ്പോ അത് പത്നീന്റെ ഡയറി ആണ് അല്ലെങ്കിൽ കത്താണെങ്കിൽ മക്കൾ അതെങ്ങനെ എഴുതി വരും? മേരെ പതിക്കോ എന്ന് എഴുതും. എന്റെ ഭർത്താവിന് എന്ന് പറഞ്ഞിട്ട് എഴുതും ഈ മുജി എന്നുള്ള ഭാഗത്ത് കേട്ടോ. നോക്കാം, എന്താണ് എനിക്ക് എന്റെ പിതാക്കി, പിതാ മീൻസ് എന്താണ്? അച്ഛനാണ് അല്ലെ. ഫാദറിന്റെ എന്താ? ഓർമ്മകൾ വന്നു, ഓർമ്മ വന്നു എന്ന് പറയുവാണ്. ഓക്കെ, അതും ഓക്കെ ആയി. ഓക്കെ, ഇതേപോലെ നമ്മുടെ എന്തും കൂടി എഴുതണം. അയാളുടെ ആ പതിയുടെ, നമ്മുടെ ഭർത്താവിന്റെ അച്ഛൻ എന്ന് പറയുന്നത് ട്രെയിനിൽ ജോലി ചെയ്ത ഒരാളായിരുന്നു, അതുകൊണ്ടാണ് ഓർമ്മ വന്നത് അല്ലെ. അപ്പൊ അതും കൂടി നമ്മൾ എഴുതുവാണ്. മേരാ പിതാബി, എന്റെ അച്ഛനും റെയിൽ ഗാഡിമേ സാമാൻ ബേച്ച്തേ. മേരെ പിത എന്നുള്ള ഭാഗം മാറ്റി കൊടുക്കട്ടോ. പത്നിയുടെ ഡയറിയോ അല്ലെങ്കിൽ കത്തോ ആണെങ്കിൽ മേരെ പിതാബി എന്തായിരുന്നു? എന്റെ അച്ഛനും. റെയിൽ ഗാഡി, ആ വാക്ക് പഠിച്ചു ചോളെ. പട്കഥ എഴുതുവാണെങ്കിൽ നിങ്ങൾ എന്താണ്? സ്ഥലം എവിടെയായിരിക്കും? റെയിൽ ഗാഡി, ട്രെയിൻ എന്നാണ് എഴുതേണ്ടത് കേട്ടോ. റെയിൽ ഗാഡിമേ സാമാൻ എന്നാണ്? സാധനങ്ങളാട്ടോ, സാധനങ്ങൾ. ബേച്ച്തേ, വിൽക്കുന്ന ആളായിരുന്നു എന്ന് എഴുതുന്നു. ലാസ്റ്റ് നമ്മൾ എങ്ങനെ കൺക്ലൂഡ് ചെയ്യുന്നു? ലേക്കിൻ മേരി പത്നി, പക്ഷെ എന്റെ പത്നി ഉണ്ടല്ലോ, എന്റെ ഭാര്യ ഉണ്ടല്ലോ, ഉസ് യുവതീസെ, ആ യുവതിയോട് തോൽമോൽ കർ, ആ വാക്ക് പഠിച്ചേ പറ്റൂ. തോൽമോൽ കർണ എന്ന് വെച്ചാൽ എന്താണ്? വില പേശുക. തോൽമോൽ നല്ല വാക്കാ, പഠിച്ചു വെക്കാൻ പറ്റും. തോൽമോൽ കർ, നമ്മൾ വില പേശിയിട്ട് ഒരു 250 രൂപയുടെ ഷോൾ എന്തിന് മേടിച്ചു? നമ്മള് 150 രൂപയ്ക്ക് മേടിച്ചു എന്നുള്ളത് കേട്ടോ. 250 150 ഒന്ന് ആലോചിച്ച് വെച്ചാൽ മതി. ഇതൊക്കെ നിങ്ങൾ നമ്പേഴ്സ് ആയിട്ട് എഴുതിയാൽ മതി. നിങ്ങൾ ആ ടേഡ്സ് ഒന്നും എഴുതേണ്ട യാതൊരു ആവശ്യമില്ല. 250 എന്ന് തന്നെ എഴുതിയാൽ മതി കേട്ടോ, പഠിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ. ഇപ്പൊ നോക്കാം, 250 രൂപയുടെ ഷാൾ അവരെന്ത് ചെയ്തു? 150 രൂപയ്ക്ക് എന്ത് ചെയ്തു? ലേ ലിയ, മേടിച്ചു. ബേച്ന, വിൽക്കുക. ലേന, മേടിക്കുക എന്നുള്ള അർത്ഥം. മേടിച്ചു. ഇത്രയുള്ള അവിടെ നടന്നിട്ടുള്ളത്. അപ്പൊ നോക്കുക, പത്നിയുടെ ഡയറി ആണെങ്കിൽ നമ്മൾ എന്താണ്? മേരി പത്നി എന്നുള്ളതിന് പകരം എന്ത് ചെയ്തു? ലേക്കിൻ മേ യുവതീസെ, ഞാൻ എന്ത് ചെയ്തു? യുവതിയോട് തോൽമോൽ ചെയ്തിട്ട് ഇങ്ങനെ ചെയ്തു എന്ന് എഴുതിയാൽ മതി. അപ്പൊ ഈ ഒരു ഭാഗങ്ങൾ ഞാൻ പിങ്ക് കളറോട് അടയാളപ്പെടുത്താം. അതെ, ഈ ഭാഗങ്ങൾ മാത്രം എന്താണ്? പത്നിയുടെ ഡയറി ആവുന്ന സമയത്ത് അല്ലെങ്കിൽ ലെറ്റർ ആവുന്ന സമയത്ത് മാറ്റി കൊടുത്താൽ മതി. ബാക്കിയൊക്കെ സെയിം ടു സെയിം. വേറെ ആരും ലെറ്ററും കത്തൊന്നും എഴുതൂല കേട്ടോ. സോറി, ലെറ്ററും കത്തൊന്നും തന്നെയാണല്ലോ. ലെറ്ററും ഡയറി ഒന്നും എഴുതൂല. അപ്പൊ ഖിഡ്കി എന്ന് പറഞ്ഞ പാഠത്തിൽ എന്റെ മക്കൾ ഇത് പഠിക്കുക, ഇതെങ്കിലും പഠിക്കുക. ഓക്കെ, പിന്നെ പട്കഥയുടെ ഫോർമാറ്റ് പഠിക്കണം, അത് നമ്മൾ പറയൂ കേട്ടോ. അപ്പൊ അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. ഒന്നും ചെയ്യാൻ പറ്റാത്തപ്പോ ചെയ്യേണ്ട കാര്യങ്ങളാണ് ഇതൊക്കെ പറയുന്നത്. അപ്പം ഇതെങ്കിലും പഠിക്കും കേട്ടോ. ഇനി അടുത്ത എന്താണ്? ഹൈക്കു ആണ്. ജിന്ദഗി കാ സഫർ എന്ന് പറയുന്ന ഹൈക്കു എന്ന് പറയുന്ന പാഠമാണ്. ഒന്നാമത്തെ പാഠവാക്ക് ഇതെങ്കിലും പഠിച്ച സെറ്റാണ്. രണ്ടാമത്തെ ചാപ്റ്റർ എത്തി നമ്മള്. രണ്ടാമത്തെ ചാപ്റ്ററിൽ എന്റെ മക്കൾ ഇത് പഠിച്ചിട്ട് പോവുക. ഇതെങ്കിലും പഠിക്കണം അറ്റ്ലീസ്റ്റ്. അപ്പൊ ഏത് ഒരു ഹൈക്കു തന്നിട്ടുണ്ടെങ്കിൽ അത് ആരാണ് എഴുതിയത്, അടുത്ത വിഷയം ഏതാണോ എന്ന് മസ്റ്റ് ആയിട്ട് പഠിച്ചിട്ട് പോവുക. അതുണ്ടെങ്കിൽ നമുക്ക് തള്ളി മറിക്കാൻ പറ്റും.
ഓക്കെ. അപ്പൊ നോക്കുക, സൂഖായ ബാഡ് സാഹബ് കി അങ്കൻ സദാ ഫുഹാർ എന്ന് പറയുന്ന ആ ഒരു ഹൈക്കു ഉണ്ടായിരുന്നു. ആ ഹൈക്കു ആരെ എഴുതിയിട്ടുണ്ടായിരുന്നത്? സുരംഗമ യാദവ് ആണ്. നോക്കുക, സൂഖായ ബാഡ്, സു എന്ന് ആലോചിക്കുക, അങ്ങനെയെങ്കിലും ആലോചിക്കുക, എന്തെങ്കിലുമൊക്കെ ആലോചിക്കുക. നോക്കുക, സൂഖായ ബാഡ് സുരംഗമ യാദവ്. സൂഖായ ബാഡ് ആരെ എഴുതിയിട്ടുള്ളത്? സുരംഗമ യാദവ് ആണെന്നുള്ള കാര്യം ആലോചിക്കുക. ഇതിന്റെ ഒക്കെ അർത്ഥം എന്താണ്? ജസ്റ്റ് ഒന്ന് ആലോചിച്ച് വെക്കാൻ പറ്റുവാണെങ്കിൽ ആലോചിച്ച് വെക്കണം കേട്ടോ. എന്തായാലും നമ്മൾ മെഗാ മാരത്തോണിൽ എന്ന് പറയുന്ന സമയത്ത് അതിന്റെ അർത്ഥം ഒന്ന് കൃത്യമായിട്ട് ആലോചിക്കുക കേട്ടോ. ചോദിക്കുന്ന അർത്ഥങ്ങൾ നമ്മൾ പറയൂ കേട്ടോ. ഓക്കെ, സുരംഗമ ഇത്രയും പഠിക്കണം. സുരംഗമ യാദവ് ആണ് സൂഖായ ബാഡ് എഴുതിയിട്ടുള്ളത്. വിഷയം എന്താ സംസാരിക്കുന്നത്? സാമാജിക് അസമാനത. പഠിച്ചേ പറ്റൂ. കാരണം നമുക്ക് എന്ത് ചോദിക്കുവാണെങ്കിലും ഇതിന് സാമാജിക അസമാനതയാണ് കാണിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് എഴുതി വെക്കാം. അപ്പൊ നോക്കുക, ഇനീക്വാലിറ്റി, ഇക്വാലിറ്റി ഇല്ലായ്മ, സമത്വം ഇല്ലായ്മ, സാമാജിക വിഷ സാമൂഹിക, അസമാനത, അസമാനത, സമത്വം ഇല്ലായ്മ, അങ്ങനെ കണക്ട് ചെയ്ത് പഠിക്കട്ടോ. സാമാജിക് അസമാനത, സാമൂഹികമായിട്ടുള്ള അസമത്വമാണ് കാണിക്കുന്നത്. ഓക്കെ, ഇനി എന്താണ്? പിതാനെ ഢൂഢി. ഓക്കെ, ഈ പിത എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് എന്താണ്? വയസ്സായ ആൾക്കാരെ കുറിച്ചിട്ടാണ്. അതായത് നമ്മളെ വയസ്സായ ആൾക്കാർക്ക് എന്താണ്? സഹാരം ഇല്ലാത്ത, ആശ്രയം ഇല്ലാത്ത സംഭവമാണ് പറയുന്നത് എന്നുള്ളത് കത്തണം ആദ്യം. നോക്കുക, പിതാനെ ഢൂണ്ടി തിരഞ്ഞു ലാഠിയാം ബുഡാപ്പേക്ക്. അല്ലെ, ലാഠിയ മീൻസ് എന്താണ്? വടികൾ, ഊന്നുവടികൾ. ബുഡാപ്പേക്ക്, ബുഡാപ്പേക്ക് എന്താണ്? വയസ്സായ ആ സമയത്ത്, വൃദ്ധാവസ്ഥയിലെ. ദിക്തിനിഹി, കാണാനില്ല എന്നുള്ളതായിരുന്നു ഇതിന്റെ അർത്ഥം. അപ്പൊ ഇതെന്തായിരുന്നു ഉദ്ദേശിച്ചത്? ആ വയസ്സായ ആൾക്കാർക്ക് മക്കളൊന്നും സഹായിക്കാത്തതാണ് അല്ലെ. ഇത് എഴുതിയിട്ടുള്ളത് ഗോപാൽ ബാബു ശർമ്മ. നിങ്ങൾ ആലോചിക്കുക, പിത, അച്ഛൻ എന്നാണ്. ഇതിലാകെ ഒരാണുങ്ങളെ ഉള്ളൂ. സുരംഗമ യാദവും ഉണ്ട്, പിന്നെന്താണ്? കമല നിഖുർബി ഉണ്ട്. അപ്പൊ നിങ്ങൾ ആലോചിക്കുക, ഗോപാൽ ബാബു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ആണുങ്ങളെ ഒരു പേര് വരുന്നത് ഒന്നിലേ ഉള്ളൂ. അച്ഛൻ ഗോപാൽ ബാബു എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യുക? മക്കൾ കണക്ട് ചെയ്യുക. നോക്കുക, അച്ഛനെ കുറിച്ചിട്ട് പറയുന്നത് ഗോപാൽ ബാബു ശർമ്മയാണ് എഴുതിയിട്ടുള്ളത്. അതേപോലെ തന്നെ എന്തിനെ കുറിച്ചിട്ടാണ് പറയുന്നത്? അച്ഛൻ എന്നൊക്കെ പറയുന്ന സമയത്ത് എന്താണ്? ബേസഹാര ബൂഡാപ്പയാണ്. ബേസഹാര ബൂഡാപ്പ, ആശ്രയമില്ലാത്ത ബുഡാപ്പ. ബുഡാപ്പ ഒന്നും കിട്ടിയില്ലെങ്കിൽ വാർദ്ധക്യമെങ്കിൽ എഴുതി വെക്കുക. വാർദ്ധക്യം അതിനെ കുറിച്ചിട്ടാണ്. അല്ലെങ്കിൽ വൃദ്ധാവസ്ഥ എന്ന് എഴുതി വെക്കുക. നിങ്ങൾക്ക് അറിയുന്ന രീതിയിൽ അതിനെ ഒന്ന് എഴുതുക കേട്ടോ. അപ്പൊ നോക്കുക, ബേസഹാര ബുഡാപ്പയെ കുറിച്ചിട്ടാണ് പറയുന്നത്. ലാസ്റ്റ് ഹൈക്കു എന്തിനെ കുറിച്ചിട്ടായിരുന്നു? ഢൂണ്ട് തിരഹി, തിരഞ്ഞുകൊണ്ടിരുന്നു. ബർഫീലി നഗരിമേ, മഞ്ഞു പെയ്യുന്ന നഗരത്തിൽ. നേഹ് കി ആഞ്ച്, നേഹ് മീൻസ് സ്നേഹം എന്നുള്ള അർത്ഥമാണ്. സ്നേഹത്തിന്റെ ആഞ്ച്, ആഞ്ച് മീൻസ് എന്താണ്? ആഗ് അല്ലെങ്കിൽ ചൂട്. സ്നേഹത്തിന്റെ ചൂട് തെരഞ്ഞുകൊണ്ടിരിക്കുകയാണ് മഞ്ഞു പെയ്യുന്ന ആ നഗരത്തിൽ. തെരഞ്ഞിട്ട് കാര്യമുണ്ടോ? ചിലപ്പോൾ കിട്ടൂല അല്ലെ. അപ്പൊ നോക്കാം, കമല നിഖുർബയാണ് ഇത് എഴുതിയിട്ടുള്ളത്. കമല നിഖുർബ. ഇവര് രണ്ടാളെയും സെറ്റ് ആക്കിയാൽ തന്നെ കമലേനെ നമുക്ക് കിട്ടും. കമല നിങ്ങും പഠിച്ചു വെക്കുക. കമല നിഖുർബ ഇത് പഠിച്ചു വെക്കുക കേട്ടോ. ഓക്കെ, എന്നിട്ട് എന്താണ്? ഇതിൽ എന്തിനെ കുറിച്ചിട്ടാ പറയുന്നത്? സമൂഹത്തിൽ പ്യാർ കാ അഭാവ്. നോക്കണേ, നേഹ് കി ആഞ്ച്, സ്നേഹത്തിനെ കുറിച്ചിട്ടൊക്കെ പറയുന്ന സാധനം. നേഹ് എന്നൊക്കെ പറഞ്ഞ് കണക്ട് ചെയ്യാം കേട്ടോ. അപ്പൊ നേഹ് കി ആഞ്ചിനെ കുറിച്ചിട്ട് പറയുന്ന ആ ഒരു ഭാഗം എന്തായിരിക്കും? സ്നേഹമില്ലായ്മയാണ്. ഓക്കെ, സ്നേഹമില്ലായ്മയാണ്. സമാജ് നമ്മുടെ സമൂഹത്തിൽ പ്യാർ കാ അഭാവ്. പ്യാർ എന്നുള്ള വാക്ക് എന്തായാലും കിട്ടുമല്ലോ. സ്നേഹം, പ്യാറിന്റെ അഭാവ്. മന്തി പഠിക്കാം. അഭാവ് എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യുന്നു? എഴുതുന്നു. അതിന് ഞാൻ ഇംഗ്ലീഷിലും മലയാളത്തിലൊക്കെ ഇവിടെ എഴുതി വെച്ചു. ഇനിയിപ്പം അങ്ങനെ കിട്ടാത്തതിന്റെ പ്രശ്നം വേണ്ട വെച്ചിട്ട് അപ്പൊ ഇങ്ങനെയെങ്കിലും മലയാളത്തിൽ എഴുതിയിട്ട് മക്കൾ പഠിക്കാം. ഇതെങ്കിലും നമ്മുടെ ഹൈക്കോല് അറിഞ്ഞിട്ടുണ്ടാവണം. അപ്പൊ ഇത് അറിഞ്ഞാൽ തന്നെ ഒരു ഏകദേശ രീതിയിൽ 1 മാർക്കിന്റെ 2 മാർക്കിന്റെ ഒക്കെ ക്വസ്റ്റ്യൻ എന്ത് ചെയ്യും? എന്റെ മക്കൾക്ക് എഴുതാൻ വേണ്ടി പറ്റും. ഇനി അതിന്റെ ആശയം അഥവാ ചോദിക്കുവാണെങ്കിലും 2 മാർക്കിനോ 3 മാർക്കിനോ ഒക്കെ ആയിട്ട് ചോദിക്കുള്ളൂ. മിക്കവാറും 2 മാർക്കിനായിരിക്കും ചോദിക്കുക. ചോദിച്ചാലും നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. എല്ലാ ഹൈക്കൂനും ഒറ്റ സാധനം പഠിക്കണേ. ഉള്ളില് ബ്ലാ 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 പരിപാടി. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ എന്തെങ്കിലുമൊക്കെ എഴുതി വെക്കുക. ഈ എന്തായാലും നമുക്ക് എന്ത് തരും? ലൈൻസ് തരും. ആ ലൈൻസ് അങ്ങോട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതിയാൽ മതി. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ഒരു എക്സ്പ്ലനേഷൻ അവിടെ കൊടുക്കുക കേട്ടോ. നിങ്ങൾക്ക് എന്തായാലും എന്തൊക്കെ അറിയാം? എഴുതിയ ആളറിയാം. വിഷയം എന്താന്ന് അറിയാം. അത് വെച്ച് അങ്ങോട്ട് നമ്മൾ തട്ടിയടിക്കണം. നോക്കുക, യേക്ക് ഹൈക്കു ഹേ എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യുക? എല്ലാ ഹൈക്കൂനും ഒരു പോയിന്റ് പഠിച്ചു വെക്കുക. നോക്കുക, യേക്ക് ഹൈക്കു ഹേ. ഇതിൽ ഏത് ഹൈക്കു ചോദിക്കുകയാണെങ്കിലും എന്റെ മക്കൾ ആശയം എഴുതുന്ന സമയത്ത് അല്ലെങ്കിൽ അതിന്റെ വ്യാഖ്യ എഴുതുന്ന സമയത്ത് ഇങ്ങനെ തുടങ്ങാം. ഏക്ക് ഹൈക്കു ഹേ, ഇതൊരു ഹൈക്കു ആണ്. ഹൈക്കു ജാപ്പാനി കവിത കി ഏക്ക് പാരമ്പരിക് ശൈലി ഹേയുടെ. മന്തിയാണേ പഠിക്കുക, ഈസിയാണേ. ഹൈക്കു എന്ന് പറയുന്നത് ജാപ്പാനി കവിതയിലെ ഒരു പാരമ്പരികമായിട്ടുള്ള ശൈലിയാണ്. ഓക്കെ, പഠിച്ചു. इसमें केवल 3 पंक्तियां होती है. ഇത് നമുക്ക് എണ്ണിയാൽ തന്നെ കിട്ടൂതേ. 3 പങ്ക്തികളേ ഉള്ളൂ, 3 വരികളേ ഉള്ളൂ. അതിൽ ആകെ അറിയാത്ത എന്താണ്? പങ്ക്തി എന്നുള്ള വാക്കാണ്. അത് പഠിക്കുക. പങ്ക്തിയാം, വരികൾ എന്നുള്ള അർത്ഥമാണ്. ഇതില് 3 പങ്ക്തികൾ മാത്രമേ
ഉണ്ടാവുള്ളൂ, 3 ലൈൻസേ ഉണ്ടാവുള്ളൂ. ഇത് എഴുതിയാൽ തന്നെ ഹൈക്കു എന്താ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിയെന്ന് ടീച്ചർക്ക് മനസ്സിലായി. പിന്നെന്താണ്, പ്രസ്തുത ഹൈക്കു, തന്നിരിക്കുന്ന ഹൈക്കു ഡാഷ് ദ്വാര ലിഖ ഗയാ ഹേ. ഡാഷ് ആണ് എഴുതിയിട്ടുള്ളത്. ആ ഡാഷ് നമ്മൾ ഇവിടെ പഠിച്ചു മക്കളെ, ദേ ഇവിടെ പഠിച്ചു. ആരാണ് എഴുതിയിട്ടുള്ളത്? ദേ സുരംഗമ യാദവ് ആണ് എഴുതിയിട്ടുള്ളത്, അല്ലെങ്കിൽ ഗോപാൽ ബാബു ശർമ്മയാണ് എഴുതിയിട്ടുള്ളത്. ഏത് ഹൈക്കു ആണോ മക്കൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ തീരുന്നത് അതിനനുസരിച്ച് അങ്ങോട്ട് എഴുതി കൊടുത്താൽ മതി. അല്ലെങ്കിൽ കമല നിഖുർപ്പിയാണ് എഴുതിയിട്ടുള്ളത്. എഴുതിയ ആളുടെ പേര് പഠിച്ചു വെക്കണം, അതിന് തന്നെ നമുക്ക് മാർക്ക് ഉണ്ട് കേട്ടോ. അങ്ങനെ എഴുതുന്നു, ഇയാളാണ് എഴുതിയത്. इसमें ഡാഷ് കെ ബാരെ മേ ബതായ ഗയാ ഹേ. ഇതിൽ ഇതിനെ കുറിച്ചിട്ടാണ്, അതിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. എന്തിനെ കുറിച്ചിട്ടാണ് പറയുന്നത്? സാമാജിക് അസമാനത കെ ബാരെ മേ കഹാ ഗയാ ഹേ, അല്ലെങ്കിൽ ബേസഹാര ബുഢാപ്പ കെ ബാരെ മേ കഹാ ഗയാ ഹേ, സമാജ് മേ പ്യാർ കാ അഭാവ് കെ ബാരെ മേ ബതായ ഗയാ ഹേ. യെസ്, ഇത് എഴുതിയാൽ തന്നെ സെറ്റടാ. പിന്നെ ഈ ബ്ലാബ്ലാ പരിപാടി ഇല്ലേ, ഈ ബ്ലാബ്ലാ പരിപാടി നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് വൃദ്ധാവസ്ഥ എന്നൊക്കെ പറഞ്ഞിട്ട് എഴുതുക, അല്ലെങ്കിൽ നേഹത്തിന്റെ ചൂട് കിട്ടാനില്ല എന്നൊക്കെ പറഞ്ഞിട്ട് എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഇവിടെ എഴുതി വെക്കുക. ഓക്കെ, ലാസ്റ്റ് ഒരു കൺക്ലൂഷൻ കൊടുക്കുക. ഇസ് ഹൈക്കോ में इस गंभीर समस्या को दिखाया गया है. 3 ഹൈക്കോയിൽ എന്തോ ഒരു ഗംഭീരമായ സമസ്യയാണല്ലോ കാണിക്കുന്നത്. അത് വെച്ച് നമ്മൾ എഴുതുവാണെന്ന് നോക്കുക. ഇസ് ഹൈക്കോ में इस ഗംഭീരമായിട്ടുള്ള സമസ്യ को दिखाया गया है. കാണിച്ചിരിക്കുന്നു. ഹൈക്കു സെറ്റ്. ഓക്കെ, ഇനി അടുത്ത എന്താണ്? റെയിൻ ബസേരിമ എന്ന് പറയുന്ന പാഠമാണ്. അതും നമ്മൾ 7 പോയിന്റ്സ് എഴുതുന്നു. 7 പോയിന്റ്സിന്റെ കണക്ക് മാത്രമേ ഞാൻ പറയുള്ളൂ. 7 പോയിന്റ്സിന്റെ കണക്ക് നിങ്ങൾ ആ എന്നെ ആലോചിക്കുക, 7 പോയിന്റ്സ് ആലോചിക്കുക, അത് വെച്ചിട്ട് എഴുതുക കേട്ടോ. നോക്കുക, അമൃത്ലാൽ വേഗഡിന്റെ ഒരു നർമ്മദ പദയാത്രയെ കുറിച്ച് പഠിക്കാനുണ്ടായിരുന്നു. ഇതും ഞാൻ എങ്ങനെയാണ് എഴുതിയിട്ടുള്ളത്? നമ്മുടെ ലേഖകൻ എഴുതുന്ന രീതിയിലാണ് എഴുതിയിട്ടുള്ളത്. നിങ്ങൾക്ക് ഡയറിയിലും ലെറ്ററിലും ഒക്കെ എഴുതാൻ പറ്റിയ എളുപ്പത്തിന്. സമ്മറി പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചിലപ്പോൾ അത് മാറ്റി എഴുതാൻ പറ്റിക്കൊള്ളുന്നില്ല. പഠിക്കുമ്പോൾ അങ്ങനെ പഠിക്കുക, ലെറ്ററോ അല്ലെങ്കിൽ ഡയറിയോ എഴുതാൻ പറ്റിയ രൂപത്തിൽ പഠിക്കുക. ഓക്കെ, അപ്പൊ അത് 7 പോയിന്റ്സ് ഉണ്ടെന്ന് പറഞ്ഞു. പക്ഷെ മക്കൾ 6 പോയിന്റ്സ് പഠിച്ചാൽ മതി. ഇത് ആലോചിച്ച് വെച്ചാൽ മതി. ഇത് നമ്മൾ ഡയറക്റ്റും ലെറ്ററിനും എഴുതി കൊടുക്കേണ്ട ആവശ്യമില്ല. ഇത് ജസ്റ്റ് ആലോചിക്കാനുള്ള പോയിന്റ്സ് ആണ്. ഒന്നാമത്തെ പോയിന്റ് നോക്കുക, തീരെ തീരെ നർമ്മദ എന്ന് പറയുന്നത് അമൃത്ലാൽ വേഗഡിന്റെ നർമ്മദ പദയാത്ര. നർമ്മദയിലൂടെ അയാൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു കാൽനടയാത്ര നടത്തിയിട്ടുണ്ട്. അതിന്റെ വർണ്ണനമാണ് തന്നിട്ടുള്ളത്. ഇതിൽ മെയിൻ ആയിട്ടുള്ള അമൃതലാലും ചോട്ടുവും കൂടിയാണ് എന്ത് ചെയ്തത്? ഈ കാൽനടയാത്ര നടത്തിയത്. നർമ്മദയിലോട്ടുള്ള പദയാത്ര, കാൽനടയാത്ര നടത്തിയിട്ടുള്ളത്. വെറുതെ ജസ്റ്റ് ആലോചിച്ച് വെക്കാനുള്ളതാണ്. 1 മാർക്കിനൊക്കെ എങ്ങാനും ചോദിക്കുവാണെങ്കിൽ എഴുതാൻ വേണ്ടി മാത്രം. ഓക്കെ, ഇനിയാണ് നമ്മുടെ എന്ത് വരുന്നത്? ഈ പോയിന്റ്സ് വരുന്നത്. ഈ പോയിന്റ്സ് എന്റെ മക്കൾ പഠിച്ച റെയിൻ ബസേരിമേ നിങ്ങൾക്ക് സെറ്റ് ആണ്. ഓക്കെ, അപ്പൊ എന്റെ മക്കൾ നോക്കുക, ശ്രദ്ധിക്കാം. मैं और छोटू कठिन यात्रा के बाद पतोड़ा गांव में पहुंचे. ഞാൻ പറഞ്ഞു ലേഖകൻ എഴുതുന്നത് പോലെ എഴുതിയിട്ടുള്ളത്. ചോട്ടുവിന്റെ ഒന്നും വരാൻ നമുക്ക് സാധ്യതയില്ല. ഒന്നില്ലെങ്കിൽ ലേഖകന്റെ ഡയറി അല്ലെങ്കിൽ ലേഖകന്റെ ലെറ്റർ, അങ്ങനെയൊക്കെ വരാം. പിന്നെ വരാൻ സാധ്യത എന്താണ്? പട്കഥയാണ്. ആ പട്കഥയുടെ ഫോർമാറ്റ് നമ്മൾ പറയും. ഓക്കെ, ലാസ്റ്റ് കാത്തിരിക്കുക കേട്ടോ. നോക്കാം, मैं और छोटू कठिन यात्रा के बाद, കഠിനമായ യാത്രയ്ക്ക് ശേഷം പത്തോട ഗാവ് में पहुंचे. പത്തോട എന്ന് പറഞ്ഞ ഗ്രാമത്തിൽ പഹുഞ്ചെ എത്തി. ബാരിഷ് കെ കാരൻ, ബാരിഷ് ഉള്ളത് കാരണം, മഴ കാരണം, ഹമേ മന്ദിർ മേ റുക്ന പട, ഞങ്ങൾക്ക് അമ്പലത്തിൽ നിൽക്കേണ്ടി വന്നു. ഓക്കെ, അത് മക്കൾക്ക് അറിയാം. ആ ഒരു ഭാഗമൊക്കെ വളരെ ചുരുക്കി എഴുതിയേക്കാണ്. ഇനി സിമ്പിൾ ആക്കാൻ പറയരുത്, എന്നെ കൊണ്ട് വയ്യടാ. ഓക്കെ കേട്ടോ. പിന്നെന്താണ് അടുത്തത്? ഗാവ് വാലോനെ ഹമാരെ രഹ്നേക്ക് വ്യവസ്ഥാക്കി. ഗ്രാമവാസികൾ എന്ത് ചെയ്തു? ഞങ്ങൾ അവിടുത്തെ ഗ്രാമവാസി ഗാവ് വാലെ എന്ത് ചെയ്തു? ഹമാരെ രഹ്നേക്ക്, ഞങ്ങൾക്ക് നിൽക്കാൻ വേണ്ടിയിട്ടുള്ള വ്യവസ്ഥകൾ ചെയ്തു. മലയാളത്തിൽ പഠിച്ചു വെച്ചാൽ മതി. വ്യവസ്ഥ കിയ, ഓക്കെ, അല്ലെങ്കിൽ വ്യവസ്ഥ കി. ഓക്കെ, ഓർ ചോട്ടൂനെ ഭോജൻ ബനായ. ചോട്ടു എന്ത് ചെയ്തു? ഭക്ഷണം വെച്ചു. സെറ്റ്. ഇനിയാണ് നമ്മുടെ മറ്റേ പാർട്ടിയുടെ എൻട്രി. രാത് മേ ഏക് പാഗൽ ആദ്മി, രാത്രി ഒരു പാഗൽ ആദ്മി. ഇതൊക്കെ ആയിരിക്കും അയാൾ ഡയറിയിൽ പറയുക, അല്ലെങ്കിൽ ലെറ്ററിൽ പറയുക. ഇതൊക്കെ ആയിരിക്കും, ഇങ്ങനെയൊക്കെയാണ് അവസ്ഥ ഉണ്ടായത് എന്നുള്ളത് അല്ലെ. നോക്കുക, രാത് മേ, രാത്രി, ഏക് പാഗൽ ആദ്മി, ഒരു ഭ്രാന്തായിട്ടുള്ള, നമ്മൾ പാഗൽ ആദ്മി എന്ന് തന്നെ പഠിക്കട്ടെ മക്കള്, ഭ്രാന്തായിട്ടുള്ള അല്ലെങ്കിൽ കുറച്ച് പ്രശ്നമുള്ള ആ ഒരു ആദ്മി വന്നു. ഒരു അപ്പനെ ആപ്കോ CID ഇൻസ്പെക്ടർ ബത്താനെ ലഗ. അപ്പനെ ആപ്കോ, സ്വന്തം അയാള് CID ഇൻസ്പെക്ടർ ആണ് എന്ന് ബത്താനെ ലഗ, പറയാൻ വേണ്ടി തുടങ്ങി. ഉസേ ദേക്കർ മേ ഡർ ഗയാത്ത, അയാളെ കണ്ടിട്ട് ഞാൻ പേടിച്ചു പോയിട്ടുണ്ടായിരുന്നു. ഞാൻ പേടിച്ചു പോയി. നമ്മുടെ ലേഖകരായാലും ചോട്ടു ആണെങ്കിലും പേടിച്ചു പോയിട്ടുണ്ടായിരുന്നു. പിന്നെന്താണ് നോക്കിക്കേ, ജബ് ഉസേ പത്താ ചലാക്കി മേ ശിക്ഷക് ഹൂം, അയാൾക്ക് എപ്പോഴാണോ പത്താ ചലാക്കി, മനസ്സിലായത്, മേ ശിക്ഷക് ഹൂം, ഞാനൊരു ടീച്ചറാണ് എന്ന് തിരിച്ചറിഞ്ഞ സമയത്ത്, ഞാൻ ശിക്ഷകനാണ്, ഞാൻ അധ്യാപകാണ് എന്ന് തിരിച്ചറിഞ്ഞ സമയത്ത്, തു വൽ ശാന്ത് ഹോ ഗയ, അയാൾ ശാന്തനായി. ഓക്കെ, എടാ മന്തിയടാ, പഠിക്കാൻ ഈസി. നോക്കാ, ഹാത്ത് മേ 20 പൈസ കാ സിക്ക റക്കർ, ഹാത്ത് മേ, എന്റെ കയ്യിൽ ഒരു 20 പൈസ, നോക്കണേ 10 പൈസ, 20 പൈസയാണേ, പൈസ കേട്ടോ, രൂപയല്ലേ, 20 പൈസയുടെ ഒരു സിക്ക റക്കർ, ഒരു കോയിൻ വെച്ചിട്ട്, സമ്മാൻ
പൂർവക് ചലാ ഗയ. റെസ്പെക്ട്ഫുൾ, അതായത് റെസ്പെക്റ്റോട് കൂടി. സമ്മാൻ എന്ന് വെച്ചാൽ ഹിന്ദിയിൽ റെസ്പെക്ട് എന്നുള്ള അർത്ഥമാണ്. സമ്മാൻ പൂർവക്, വളരെ റെസ്പെക്റ്റോട് കൂടി അയാൾ എന്ത് ചെയ്തു, ചലാ ഗയ, പോയി എന്നുള്ളത് മതി. അത്ര മതി. ഡയറിയിലൊക്കെ നമ്മൾ അത്ര എഴുതിയാൽ മതി, അല്ലെങ്കിൽ ലെറ്ററിലൊക്കെ അങ്ങനെ എഴുതിയാൽ മതി. അല്ലെങ്കിൽ ഏകദേശം 2 മാർക്കിനൊക്കെ വരുന്ന സമയത്ത് ഇതൊക്കെ വെച്ചിട്ടാണ് നമ്മൾ എഴുതുക കേട്ടോ. കുത്തി കലക്കി എഴുതാൻ പഠിക്കണം. എന്തെങ്കിലുമൊക്കെ എഴുതി, നിങ്ങൾ എന്താണോ പഠിച്ചത് അതങ്ങോട്ട് വെച്ച് എഴുതാൻ വേണ്ടി പഠിക്കണം. അല്ലാണ്ട് അറിയില്ല എന്ന് പറഞ്ഞ് ഒരിക്കലും ഇരിക്കരുത് കേട്ടോ. പിന്നെന്താണ്, ഫിർ മുझे मालूम हुआ कि, പിന്നെ എനിക്ക് മനസ്സിലായി, വ ഗാവ് കെ ഏക് യുവക് കാ പിതാ താ. അയാള് ആ ഗ്രാമത്തിലെ ഒരു യുവാവിന്റെ എന്താണ്, അച്ഛനായിരുന്നു എന്ന് എനിക്ക് മനസ്സിലായി. ഉസേ പാഗൽപൻ കെ ദൗരെ പടേ തേ. ഓക്കെ, പാഗൽപന്റെ, അത് ഇടക്കിടയ്ക്ക് എന്താണ്, ഭ്രാന്തിന്റെ ഒരു അസുഖം വരാറുണ്ട്. പാഗൽപൻ കി ദൗരെ, അല്ലെങ്കിൽ പാഗൽപൻ കാ പ്രോബ്ലം, എന്താണ്, സമസ്യ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ എന്റെ മക്കൾ എഴുതാം. ഓക്കെ, ഇത് പഠിക്കാൻ പറ്റുവാണെങ്കിൽ അതാണ് ഏറ്റവും ബെറ്റർ കേട്ടോ. പാഗൽപൻ കെ ദൗരെ പടത്തെ വെച്ചാണ് ഈ ഒരു ഭ്രാന്തിന്റെ ഒരു അസുഖം ഇടക്കിടയ്ക്ക് ഉണ്ടാവാറുണ്ട് എന്നുള്ള അർത്ഥം കേട്ടോ. പാഗൽ, वो പാഗൽത്ത എന്നെങ്കിലും എഴുതി വെക്കുക. പാഗൽ എന്നുള്ള വാക്ക് എഴുതണം കേട്ടോ. പിന്നെന്താണ്, മുझे ലാസ്റ്റ് ഒരു കൺക്ലൂഷൻ നമുക്ക് എഴുതണമെങ്കിൽ, മുझे शिक्षक के रूप में कई बार सम्मान मिला है. എനിക്ക് ശിക്ഷകൻ, അധ്യാപകൻ എന്നുള്ള രൂപത്തിൽ എനിക്ക് ഒരുപാട് തവണ എന്ത് കിട്ടിയിട്ടുണ്ട്, സമ്മാൻ, റെസ്പെക്ട് കിട്ടിയിട്ടുണ്ട്, ബഹുമാനം കിട്ടിയിട്ടുണ്ട്, ബഹുമതികൾ കിട്ടിയിട്ടുണ്ട്. ലേക്കിൻ യഹ് സമ്മാൻ വിശേഷ, ഇത് എനിക്ക് വിശേഷമായിരുന്നു, സ്പെഷ്യൽ ആയിരുന്നു എന്ന് പറഞ്ഞിട്ട് എഴുതി വെക്കുക. ഈ സമ്മാൻ ആ വാക്കും പഠിച്ചു വെക്കുക കേട്ടോ. ഓക്കെ, റെയിൻ ബസേരിമേ സെറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, 7 പോയിന്റ്സ് എന്റെ മക്കൾ പഠിക്കുക. ഇത് പഠിച്ചു കഴിഞ്ഞാൽ ഒരു ഏകദേശ രീതിയിൽ നമുക്ക് കിട്ടി. ഇത് വളരെ സിമ്പിൾ ആക്കിയിട്ട് എഴുതിയിട്ടുള്ളത്. ഇതിന് മുമ്പ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഇതിന്റെ പോയിന്റ്സ് ഇട്ടിട്ടുണ്ട്. അപ്പൊ അതിലും സിമ്പിൾ ആക്കിയിട്ടാണ് ഇത് ഇവിടെ തന്നേക്കുന്നത്, കാരണം നിങ്ങൾക്ക് പെട്ടെന്ന് പഠിക്കാനുള്ള എളുപ്പത്തിന് കേട്ടോ. അപ്പൊ അതെന്ത് ചെയ്യാ, എന്റെ മക്കൾ പഠിക്കുക. നെക്സ്റ്റ് നമ്മുടെ 4th ചാപ്റ്റർ ആണ് മേരി ദുനിയ കി തമാം ബച്ചി എന്ന് പറയുന്നത്. ആ പാഠത്തില് എന്തായിരിക്കും വരുക, ആശയമായിരിക്കും വരുക. ആശയം എഴുതാൻ വേണ്ടിയിട്ട് നിങ്ങൾ മൊത്തത്തിൽ എന്ത് ചെയ്യരുത്, ഇപ്പൊ പഠിക്കാൻ സമയമില്ലെങ്കിൽ എന്ത് ചെയ്യരുത്, നടുത്ത ഭാഗം, അതായത് കവിതയുടെ മൊത്തം ആശയം കഷ്ടപ്പെട്ട് പഠിക്കാനുള്ള സമയമില്ലെങ്കിൽ പഠിക്കാൻ നിൽക്കണ്ട. ഈ എളുപ്പപ്പണി ചെയ്യുക. എന്ത് ചെയ്യുക, ഇൻട്രൊഡക്ഷൻ പഠിക്കുക, കൺക്ലൂഷൻ പഠിക്കുക, നടുവിൽ നമ്മുടെ ബ്ലാ ബ്ലാ പരിപാടി ഒപ്പിക്കുക. എന്തായാലും നമുക്ക് എന്ത് തരും, ലൈൻസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നിട്ടുണ്ടാവും, നിങ്ങൾക്കറിയാം. അത് വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, എന്തെങ്കിലുമൊക്കെ ആക്കി എഴുതാൻ പറ്റും. അപ്പൊ എന്ത് ചെയ്യണം, ഇത് പഠിക്കണം. ഇത് പഠിച്ച് ടീച്ചർക്ക് ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ വായിക്കുമ്പോൾ തന്നെ എന്ത് ചെയ്യണം, ടീച്ചർക്ക് മനസ്സിലാവണോ കുട്ടി എന്തൊക്കെയോ എഴുതിയിട്ടുണ്ടെന്നുള്ള കേട്ടോ. അപ്പൊ ആദ്യം നമ്മൾ കവിതയുടെ പേര് എഴുതിയിട്ട് അങ്ങ് തുടങ്ങും. ഓക്കെ, മേരി ദുനിയ കി തമാം ബച്ചി. ഹിന്ദി സാഹിത്യക്കെ പ്രമുഖ എന്ന് എഴുതേണ്ടവർക്ക് അങ്ങനെ എഴുതാം, അല്ലെങ്കിൽ കുറച്ചുകൂടി നന്നായിട്ട് ഫേമസ് എന്ന്, അതായത് ഫേമസ് എന്നുള്ള അർത്ഥമുള്ള മഷ്ഹൂർ കവി ആയിട്ടുള്ള, ഓക്കെ, കവിയുടെ പേരെന്താണ്, അദ്നാൻ കഫീൽ ആണെന്ന് നമുക്കൊക്കെ അറിയാം. അദ്നാൻ കഫീൽ ദർവേഷ്. എഴുതാൻ പറ്റുമെങ്കിൽ എഴുതാന്നില്ല, അദ്നാനെങ്കിലും പഠിച്ചു വെക്കാം. എന്തായാലും എഴുതണം. കവിയുടെ പേര് എഴുതിയാൽ തന്നെ നമുക്ക് മാർക്ക് കിട്ടും കേട്ടോ. അപ്പൊ നോക്കാം, മേരി ദുനിയ കി തമാം ബച്ചേ ഹിന്ദി സാഹിത്യത്തിൽ ഇതെല്ലാ എന്താണ് ആശയത്തിന് പറ്റിയിട്ടുള്ള ഒരു ഫോർമാറ്റ് ആണ്. ഏത് ആശയം വന്നാലും എഴുതാം. പക്ഷെ മക്കൾക്ക് ഓണം എക്സാമിന് എന്താണ്, മേരി ദുനിയാക്കിയാണ് ചോദിക്കാൻ വേണ്ടി പോകുന്നത്. പഠിക്കാതെ പോവരുതേ, ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. നോക്കാം, ഹിന്ദി സാഹിത്യത്തിലെ പ്രമുഖ അല്ലെങ്കിൽ മഷ്ഹൂർ ആയിട്ടുള്ള കവിയുടെ, അതായത് അദ്നാൻ കഫീലിലെ അദ്വിതീയ കവിത ഹേ. അദ്വിതീയ മീൻസ് യുണീക്ക് എന്നുള്ള അർത്ഥമാണ്. അല്ലെങ്കിൽ മക്കൾക്ക് എന്ത് എഴുതാം, അതുല്യ കവിത എന്ന് എഴുതാം. ഏതെങ്കിലും എളുപ്പത്തിൽ പഠിച്ചു വെക്കട്ടെ. അതുല്യ, ചില ആൾക്കാർക്ക് അതുല്യ എന്നുള്ള പേരൊക്കെ കേൾക്കുമ്പോൾ ചിലപ്പോൾ കിട്ടുമായിരിക്കും. അദ്വിതീയ അല്ലെങ്കിൽ അതുല്യ, ടഫ് ആയിട്ടുള്ള വാക്ക് നിങ്ങൾക്ക് വളരെ നന്നായിട്ട് ഓർമ്മ നിൽക്കൂടാ. അദ്വിതീയ ഇതൊരു സ്പെഷ്യൽ വാക്കാണ്, നിങ്ങൾക്ക് ഓർമ്മ വെക്കും. അദ്വിതീയ, യുണീക്ക്, കവിയാണ് അല്ലെങ്കിൽ കവിതയാണ്. അദ്വിതീയ എന്നുള്ള വാക്ക് എവിടെ ഇട്ട് കൊടുക്കാൻ പറ്റും, അവിടെ ഇട്ട് കൊടുക്കുക കേട്ടോ. അല്ലെങ്കിൽ ഹൈക്കോയിൽ എഴുതിയേക്കാം, നോ പ്രോബ്ലം. ഓക്കെ, അപ്പൊ നോക്കുക, യുണീക്ക് ആയിട്ടുള്ള കവിതയാണ്. ഈ കവിതയിൽ കവി എന്ത് വിഷയത്തിനെ കുറിച്ചിട്ടാണ് സംസാരിക്കുന്നത് എന്നുള്ളത് എഴുതുന്നു. ഇൻട്രൊഡക്ഷൻ എഴുതിയാൽ തന്നെ എന്തായി, സെറ്റ് ആണ്. ബാക്കി നമ്മുടെ ബ്ലാ ബ്ലാ പരിപാടിയാണ്. ഈ കവിതയിൽ ഇങ്ങനെയാണ് അങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് ആ ലൈൻസ് ഒക്കെ വെച്ച് അങ്ങോട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് അങ്ങ് കൊടുക്കുന്നു നിങ്ങളുടെ ഇഷ്ടത്തിന്. ലാസ്റ്റ് കൺക്ലൂഷൻ നോക്കുക, കവിത സന്ദേശ് ജീത്തേക്ക്, കവിതയിൽ ഈ സന്ദേശം നൽകുന്നു എന്ന് പറഞ്ഞിട്ട് സന്ദേശം നമ്മൾ എഴുതി കൊടുക്കുന്നു. അപ്പൊ മിസ് ഈ സന്ദേശം കവി വിഷയ പേടിക്കണ്ട, ഇത്ര പഠിച്ചാൽ മതി. അതിനാണ് ഞാൻ ഇവിടെ ഈ സാധനം എഴുതി വെച്ചേക്കുന്നത്. ഇവിടെ ഫില്ല് ചെയ്ത് കൊടുക്കാനുള്ള സാധനം ഇത് ഇവിടെ ഉണ്ട്. നോ പ്രോബ്ലം, എന്റെ മക്കൾ പേടിക്കണ്ട, എല്ലാം സെറ്റ് ആക്കിയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് കേട്ടോ. അപ്പൊ നോക്കി എന്താണ് ഈ ഒരു കൺക്ലൂഷൻ നോക്കുക നിങ്ങൾ. കവിത സന്ദേശ് ജീത്തേക്ക്, ഈ കവിതയിൽ ഈ സന്ദേശമാണ് തരുന്നത്. എന്ത് സന്ദേശമാണ്, സുന്ദർ ഓർ സരൾ കവിത ഹേ എന്ന് പറഞ്ഞിട്ട് എഴുതുന്നു, സന്ദേശം കൊടുക്കുന്നു. പിന്നെ എല്ലാ കവിതയുടെ അവസാനം ഇതൊരു സുന്ദരമായ സരളായിട്ടുള്ള കവിതയാണ്
സരൾ മീൻസ് എളുപ്പമുള്ള കവിത എന്നുള്ളതാണ്. അത് വേണമെങ്കിൽ എഴുതിയാൽ മതി, അത്ര എളുപ്പമല്ലായിരുന്നു അല്ലേ. പിന്നെ ഇത് എന്റെ മക്കൾ എഴുതി വെച്ചോളാം. പ്രഭാവശാലി, ബഹത് പ്രഭാവശാലി ഹേ. പ്രഭാവശാലി ചെന്നാണ് നമുക്ക് ഇംപ്രസീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ എഫക്റ്റീവ് ആയിട്ടുള്ള, നമ്മളൊക്കെ ഭയങ്കരമായിട്ട് സ്വാധീനിക്കുന്ന എന്നുള്ള അർത്ഥമാണ് പ്രഭാവശാലി ആയിട്ടുള്ള ഒരു കവിതയാണ്. പിന്നെന്താണ് സാമാജിക് റൂപ് മേ. സമാജ് എന്നുള്ള വാക്ക് നമ്മൾ എത്ര പഠിച്ചു അല്ലേ, സമൂഹം. അത് പഠിച്ചു വെക്കണോടാ, കാരണം നമുക്ക് എല്ലാത്തിലും ഈ സമാജ് വരുന്നുണ്ട്. സാമാജിക് രൂപമേ, സാമൂഹികപരമായ രൂപത്തിൽ ബിൽക്കുൽ പ്രാസംഗിക്, തീർച്ചയായിട്ടും പ്രാസംഗികമാണ്, റെലവന്റ് ആണ്, ഇമ്പോർട്ടൻസ് ആണ്. ഓക്കെ, അതിനാണ് നമ്മൾ പ്രാസംഗിക് എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നത്. മലയാളത്തിൽ എഴുതി വെക്കാം നമുക്ക് പ്രാസംഗികം. ഓക്കെ, അപ്പൊ അത് നിങ്ങൾ എഴുതുന്നു. ഇനി ഇവിടെ ഇട്ട് കൊടുക്കേണ്ട പോയിന്റ് ആണ്. ഇത്രയെങ്കിലും എന്റെ മക്കൾ പഠിക്കാം. ഇതെന്തായാലും പഠിക്കണം, ഇത് സ്കിപ്പ് ചെയ്യാനുള്ള സാധനല്ലേ. ഇൻട്രൊഡക്ഷൻ, കൺക്ലൂഷൻ, ഓക്കെ, ഇത് ഈ പോയിന്റ്സും പഠിച്ചു പോകുന്നു, കൃത്യമായിട്ട് എഴുതി വെക്കുന്നു നമ്മുടെ എന്ത് ആശയം എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ നോക്കിക്കേ, മേരി ദുനിയാ കി തമാം ബച്ചേ എന്നാണ് നമ്മുടെ കവിതയുടെ പേര്. നോക്കിക്കേ, മേരി ദുനിയാ കി തമാം ബച്ചേ ഹിന്ദി സാഹിത്യക്കെ പ്രമുഖ് കവിയായിട്ടുള്ള അദ്നാൻ കഫീലിന്റെ, അതിവിടെ എഴുതി വെക്കുന്നു. ഏക് അദ്വിതീയ കവിത എന്ന് എഴുതി വെച്ചു. ഇസ് കവിതാമേ നയി പീഡിക്ക്, നയി പീഡി എന്താണ് ഈ കവിതയിൽ പറയുന്നത്? പുതിയ തലമുറ, നയി പീഡി. ഈ വാക്ക് എന്തായാലും പഠിക്കണം, കാരണം ഒരു മാർക്കിനൊക്കെ നമുക്ക് ക്വസ്റ്റ്യൻസ് വരുവാണെങ്കിൽ എന്തിനെ കുറിച്ചിട്ടാണ് ഇതിൽ പറയുന്നത്? നയി പീഡി, ബച്ചോ, കുട്ടികൾ, ഇനൊക്കെ അവരെ കുറിച്ചിട്ടാ പറയുന്നത് അല്ലെ. പുതിയ ജനറേഷന്റെ സോച്ച്, ചിന്തയെ കുറിച്ചിട്ടും ഉൻകെ സപ്നവും, സപ്ന മീൻസ് എന്താണ്, അവരുടെ ഡ്രീംസിനെ കുറിച്ചിട്ടും ബത്തായ ഗയ ഹേ, പറഞ്ഞിരിക്കുന്നു എന്നുള്ള രീതിയിൽ എന്റെ മക്കൾ എഴുതുന്നു. പിന്നെന്താണ്, കവിതാമേ ബച്ചി സമാജ് മേ ബദലാവ് ലാനെ വാലെ. ഇത് പഠിക്കും കേട്ടോ, ഇത് എക്സ്ട്രാ പോയിന്റ് ആണ്, A+ പോയിന്റ് ആണ്, എക്സ്ട്രാ പോയിന്റ്. നിങ്ങൾക്ക് അത് ഇൻട്രൊഡക്ഷനിൽ ഇട്ട് കൊടുക്കണം, ഇൻട്രൊഡക്ഷനിൽ ഇട്ട് കൊടുക്കുക, കൺക്ലൂഷനിൽ ഇട്ട് കൊടുക്കണമെങ്കിൽ അങ്ങനെ ഇട്ട് കൊടുക്കുക. എവിടെയാണോ ടീച്ചർ കാണുന്നത് ആ കാണുന്ന ഭാഗത്ത് ഇട്ട് കൊടുക്കുക, വേണമെങ്കിൽ ഒരു വരയൊക്കെ ഇട്ട് കൊടുക്കുക. ഞാൻ ഇങ്ങനത്തെ പോയിന്റ് ഒക്കെ എഴുതിയിട്ടുണ്ട് എന്ന് ടീച്ചർക്ക് കാണിച്ചു കൊടുക്കുക കേട്ടോ. കവിതാമേ ബച്ചേ, കുട്ടികൾ, സമാജ് മേ, സമാജ് സമൂഹത്തിൽ, ബദലാവ് ചേഞ്ച് കൊണ്ടുവരുന്ന, ബദലാവ് കൊണ്ടുവരുന്നവരായിട്ട് മാറുന്നു. പിന്നെന്താണ്, പ്രേം സ്നേഹം, ശാന്തി, പിന്നെന്താണ് പീസ്, ഇതിന്റെ സന്ദേശ് ദേനെ വാലെ ബൻ ജാത്തെ ഹെ, ഇതിന്റെയൊക്കെ സന്ദേശം തരുന്ന ആൾക്കാരാണ്. വളരെ ഈസിയാണ് പഠിക്കാൻ വേണ്ടിയിട്ട്. നോക്കുക, സമൂഹത്തിൽ ബദലാവ് കൊണ്ടുവരുന്ന ആൾക്കാരാണ്. പ്രേം, പ്യാർ എന്ന് എഴുതി വെക്കാം. ഓക്കെ, പ്രേം അല്ലെങ്കിൽ ശാന്തി, ഇതിന്റെ സന്ദേശം കൊടുക്കുന്ന ആൾക്കാരുമായിട്ട് മാറുന്നു കുട്ടികൾ എന്ന് പറയുന്നത്. A+ പോയിന്റ് ആണ്, പഠിച്ചു വെക്കുക. ലാസ്റ്റ് നോക്കിക്കേ, കവിതാമേ യ സന്ദേശ് ദേത്തെ ഹെ കി എന്ന് പറഞ്ഞിട്ട് മക്കൾക്ക് എന്ത് എഴുതാം നോക്കുക. ഹം പ്യാർ, നമ്മൾ സ്നേഹത്തോടെ, ഏകത ഇക്വാലിറ്റിയോടുകൂടി, ശാന്തിക്ക് സാത്ത് ജീന ചാഹിയെ. സിമ്പിൾ ആടാ, ഇത്രയും സിമ്പിൾ ആയിട്ടുള്ള സന്ദേശം വേറെ ആരും തരില്ല. നോക്കുക, നമ്മൾ സ്നേഹത്തോടുകൂടി, പിന്നെന്താണ് ഏകതയോടുകൂടി, മന്തിയാണ് ഇതൊക്കെ, പിന്നെന്താണ് ശാന്തിയോടുകൂടി ജീന ചാഹിയെ. നോക്കുക, ഇതിന്റെ ഒക്കെ കൂടെ ജീന ചാഹിയെ, ജീവിക്കണം, സന്ദേശമായി സെറ്റായി. സരൽ കവിത ഹേ എന്ന് പറയുന്നു, ബഹുത് പ്രഭാവശാലി എന്ന് പറയുന്നു, സാമാജിക് ഗ്രൂപ്പ് മേ ബിൽക്കുൽ പ്രാസംഗിക് ഹേ എന്ന് പറഞ്ഞിട്ട് എഴുതുന്നു, കൺക്ലൂഡ് ചെയ്യുന്നു. എഴുതുന്ന സമയത്ത് ഒരു ഫ്രഷ് പേജ് എടുത്തിട്ട് എഴുതുക, കുറച്ചായിട്ട് എഴുതരുത്, കുറച്ച് വിട്ടിട്ടൊക്കെ എഴുതുക. ഓക്കെ, പേപ്പറിൽ അങ്ങനെ കണ്ടാലേ ഉള്ളൂ കുറേ ഉണ്ടെന്ന് തോന്നിക്കുള്ളൂ കേട്ടോ. കുറച്ച് കൂടായ്പൊക്കെ എടുക്കുക. ഓക്കെ, അപ്പൊ ഇത് പഠിച്ചു കഴിഞ്ഞാൽ മേരി ദുനിയാക്കി തമാം ബച്ചി നമുക്ക് ഓക്കെ ആയി. ഇനി മിസ്സേ വൈറ്റ് ക്യാപ്പിന്റെ പോയിന്റ്സ് പഠിച്ചിട്ട് കാര്യമില്ല. അതാണ് ഞാൻ വലിയൊരു കഥയാണത്, അതിന്റെ പോയിന്റ്സ് പഠിച്ചിട്ട് കാര്യമില്ല. അപ്പൊ എന്റെ മക്കളെ സമയം കളയാൻ നമുക്ക് സമയമില്ലാത്തതുകൊണ്ട് 1/3 ഭാഗം വരും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ എവിടെ വരെയാണോ മക്കൾക്ക് എടുത്തിട്ടുള്ളത് അവിടെ വരെ നിങ്ങൾ പഠിച്ചാൽ മതി. മിക്കവാറും അതെന്ന് ഞാൻ പറഞ്ഞു വാർത്താലാപാണ് വരിക, വാർത്താലാബ് അല്ലെങ്കിൽ ബാറ്റ്ചീത്ത്, നമ്മുടെ കോൺവെർസേഷൻ ആണ് വരിക. പിന്നെ വരാൻ സാധ്യത പട്കഥയാണ്. ക്യാരക്ടർ സ്കെച്ച് കേശവിന്റെ വരാറായിട്ടില്ല, ഫുൾ ചാപ്റ്റർ എഴുതിയാൽ മാത്രമേ നമുക്ക് ക്യാരക്ടർ സ്കെച്ച് എഴുതാൻ പറ്റുള്ളൂ. പിന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് സംഭവിച്ച ഭാഗം നമ്മുടെ കേശവ് തലയും കുത്തി വീണ ആ ഒരു ഭാഗമാണ്. അവിടെ നിന്നാണ് നമുക്ക് ഡയറിയും ലെറ്ററും സാധാരണയായിട്ട് ചോദിക്കാറ്. അപ്പം എന്തായിരിക്കും, മിക്കവാറും വാർത്താലാപ് വരുന്ന ഏരിയ ആയതുകൊണ്ട് എന്റെ മക്കള് ഗുല്ലുവിന്റെയും നമ്മുടെ ഗുല്ലുവിന്റെ അമ്മയുടെയും നമ്മുടെ ഈ കേശവും തമ്മിലുള്ള ഒരു സംഭാഷണത്തിന്റെ ഭാഗമുണ്ട്, അതൊന്ന് ജസ്റ്റ് വായിച്ചിട്ട് പോവാ. വായിക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ സംഭാഷണം എന്ത് ചെയ്യും, നമ്മൾ മാരത്തോണിൽ എന്ത് ചെയ്യും പറയും, അത് ജസ്റ്റ് ഒന്ന് പഠിച്ചിട്ട് പോകാം. ഓക്കെ, അതാണ് നിങ്ങൾ ചെയ്യേണ്ട പരിപാടി എന്ന് പറയുന്നത് കേട്ടോ. ഇനിയിപ്പോ ലെറ്ററും ഡയറിയും വന്നൊന്നും പറയരുത് തന്നെ. അപ്പൊ ഇതാണ് വൈറ്റ് ക്യാപ്പിൽ നിങ്ങൾ ചെയ്യേണ്ട പരിപാടി എന്ന് പറഞ്ഞാൽ, അത് ഫുള്ളായിട്ട് നമുക്ക് ചാപ്റ്റർ വരില്ല എന്നാണ് ഇപ്പം പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് അതിനനുസരിച്ച് പഠിക്കുക. ഇനിയിപ്പോൾ വൈറ്റ് ക്യാപ്പ് എക്സാമിന് ഇല്ലെങ്കിൽ അത് തൊട്ട് നോക്കരുത്, അങ്ങ് വിട്ടുകളാം. 4 പാഠം മക്കൾ പഠിച്ചിട്ട് പോവുക കേട്ടോ, അഥവാ സ്കൂളിൽ എടുത്തിട്ടില്ലെങ്കിൽ കേട്ടോ, അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഇനി
പട്കഥ എന്റെ മക്കളെ പഠിക്കാതെ പോകരുത്. ഇതും കൂടി പറഞ്ഞാൽ എനിക്കൊരു സമാധാനം ഉണ്ടാവുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ പട്കഥ പറഞ്ഞിട്ടുള്ളത്. എന്തായാലും വരും, ഷുവർ ക്വസ്റ്റ്യൻ ആണ് 4 മാർക്ക്. ആ 4 മാർക്കിൽ ഒരു 3 മാർക്കെങ്കിലും ഒന്നും അറിയില്ലെങ്കിലും നോക്കണേ, ആ പാഠഭാഗം ഏതാന്ന് മനസ്സിലായില്ല, അല്ലെങ്കിൽ ആ ഇത് ഏതാണ് ക്യാരക്ടേഴ്സിന്റെ പേര് എനിക്ക് മനസ്സിലായില്ല, ഒരു ഏകദേശം ഐഡിയ എനിക്ക് കിട്ടിയിട്ടേ ഉള്ളൂ, എങ്കിലും പട്കഥ എഴുതിയാൽ നിങ്ങൾക്ക് 3 മാർക്ക് സെറ്റ് ആക്കാൻ പറ്റും എന്നാണ് ഞാൻ പറയുന്നത്. ഭാഗം മനസ്സിലായില്ലെങ്കിലും പട്കഥ എഴുതിയാൽ 3 മാർക്ക് സെറ്റ് ആക്കാൻ പറ്റും. 4 മാർക്കിനാണ് ചോദിക്കുക. ഭാഗമൊക്കെ കൃത്യമായിട്ട് അറിയുന്നത് ഈസി ആയിട്ട് മാർക്ക് വാങ്ങാൻ പറ്റുന്ന ഒരു മുതലാണ് ഈ പട്കഥ എന്ന് പറയുന്നത്. അത് പഠിക്കാണ്ട് പോകരുതേ, ഷുവർ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഈസി ആടാ. നിങ്ങൾ തിരക്കഥ എഴുതത്തില്ലേ, നമ്മുടെ സിനിമയുടെ തിരക്കഥ എഴുതത്തില്ല, അത് തന്നെ, ഒരു വ്യത്യാസവും ഇല്ല. നിങ്ങൾ എഴുതാറില്ല, എന്നാലും നിങ്ങൾ അത് പഠിക്കണം. ഓക്കെ, സിനിമയോട് തന്നെ വെറുപ്പ് പറ്റിയെന്ന് പറയുന്ന ആൾക്കാരുണ്ട്. ഇത് കണ്ടിട്ട് പേടിക്കൊന്നും വേണ്ട, സിമ്പിൾ സാധനം. നോക്കണേ, ആദ്യം നിങ്ങൾ എഴുതേണ്ടത് സീൻ 1. ഇത് കാണാതെ പഠിച്ചു പോണേ, ഒരു ഇതും ഇല്ല, നിങ്ങൾ കാണാതെ പഠിച്ചിട്ട് പോവുക. ഓക്കെ, എന്തൊക്കെ കാണാതെ പഠിക്കുന്നതിന്റെ കൂട്ടത്തിൽ ഇതും പഠിക്കും കേട്ടോ. അപ്പൊ നോക്കാം, സീൻ 1 അല്ലെങ്കിൽ ദൃശ്യ 1. ഓക്കെ, സിനിമ ഞാൻ എഴുതുക എന്നുള്ള രീതിയിൽ വേണം നിങ്ങൾ പട്കഥ എഴുതാൻ വേണ്ടി കേട്ടോ. സ്ഥാൻ മീൻസ് എന്താണ്? പ്ലേസ് എന്നുള്ള അർത്ഥമാണ്. പ്ലേസ്. മക്കൾ ആലോചിക്കുക, നമ്മുടെ ഫസ്റ്റ് ഖിടക്കി എന്ന് പറയുന്ന പാഠത്ത് നിന്ന് വരുവാണെങ്കിൽ എന്തായിരിക്കും സ്ഥാനം വരിക? റെയിൽ ഗാഡി, ട്രെയിൻ. വേറെ എവിടെ വെച്ചിട്ടും നടക്കാൻ സാധ്യതയില്ല, ട്രെയിൻ. അത് പഠിച്ചു വെക്കുക. റെയിൽ ബസേരമേന്നാ വരുന്ന വെച്ചാല് ഒന്നില്ലെങ്കിൽ മന്ദിർ ആയിരിക്കും, അമ്പലമായിരിക്കും. മന്ദിറിൽ നിന്ന് തന്നെയാണ് വരാൻ ചാൻസ്, മന്ദിർ ആ ഭാഗമായിരിക്കും. അല്ലെങ്കിൽ എന്താണ്, ആ ലാസ്റ്റത്തെ ഭാഗത്ത് നിന്ന് പട്കഥ വരുവാണെങ്കിലും നമുക്ക് രാസ്തെ, വഴി എന്നുള്ള രീതിയിൽ എഴുതി വെക്കാം. പിന്നെ ഇനിയിപ്പോ വൈറ്റ് ക്യാപ്പ് നമുക്ക് എന്ത് വരുവാണ്, നമ്മുടെ ഈ ഒരു പട്കഥ വരുവാണെങ്കിൽ ഫസ്റ്റത്തെ ഭാഗം വെച്ച് നോക്കുന്ന സമയത്ത് ഗർ, വീട്ടിൽ വെച്ചിട്ടാണ് സംഭവിക്കുന്നത്. ഗുല്ലുവിന്റെ അമ്മയുടെയും കേശവിന്റെയും ആ ഒരു സംഭാഷണത്തിന്റെ ഭാഗത്തു നിന്നൊക്കെയാണ് വരുന്നത് വെച്ചാൽ ഗർ, വീട്ടിൽ വെച്ചിട്ടേ നടക്കുള്ളൂ, സാധനം വീട്ടിൽ വെച്ചിട്ടേ നടക്കുള്ളൂ, ഗർ. അപ്പൊ അങ്ങനെ എന്ത് ചെയ്യുക, കണക്ട് ചെയ്ത് പഠിക്കുക. അപ്പൊ നമുക്ക് റെയിൽഗാഡി പഠിക്കാനുണ്ട്, റെയിൽഗാഡി അല്ലെങ്കിൽ ട്രെയിന്. പിന്നെന്താണ്, ഗർ, വീട് പഠിക്കാനുണ്ട്, വഴിക്ക് രാസ്തേ എന്ന് പറയും. പിന്നെന്താ നമുക്ക് പഠിക്കാനുള്ളത്, മന്ദിർ, അമ്പലം. ഈ 4 സ്ഥലങ്ങളെ നമുക്കിപ്പോ തൽക്കാലം പട്കഥയിൽ പഠിക്കാനുള്ളൂ. പഠിച്ചു വെച്ചു. ഇനി സമയം എഴുതുന്ന സമയത്ത്, മക്കൾ നോക്കുക, രാവിലെ ആണെങ്കിൽ സുബഹ് എന്ന് പറയും, ഉച്ചയാണെങ്കിൽ നമ്മൾ ദോപഹർ എന്ന് പറയും, വൈകുന്നേരം ആണെങ്കിൽ നമ്മൾ ഷാം എന്ന് പറയും, രാത്രിയാണെങ്കിൽ നമ്മൾ രാത്ത് എന്ന് പറയും. അപ്പൊ ഒരു ഏകദേശം ഐഡിയ വെച്ചിട്ട് നിങ്ങൾ സമയം ഇട്ട് കൊടുക്കുക. സമയം ഇട്ട് കൊടുക്കുന്ന സമയത്ത് നിങ്ങൾ സമയത്തിന് ഇപ്പോൾ വെറുതെ 9 അല്ലെങ്കിൽ 10 എന്ന് എഴുതി വെച്ചിട്ട് കാര്യമില്ല, ബജയും കൂടി കൂട്ടി എഴുതുക. 9 മണി, 10 മണി എന്നെല്ലാം നമ്മൾ പറയാം. അപ്പൊ 9 ബജെ, 10 ബജെ എന്നുള്ള രീതിയിൽ എഴുതുക. നോക്കുക, സുബഹ് 9 ബജെ, അങ്ങനെയാണ് നമ്മൾ എഴുതേണ്ടത് കേട്ടോ. സമയം എഴുതുന്ന രീതിയാണ് ഞാൻ പറഞ്ഞത്. പിന്നെ കഥാപാത്രങ്ങൾ നമ്മുടെ ഖിടക്കിന്നാണെങ്കിൽ യുവതി, പിന്നെന്താണ് നമ്മുടെ പത്നി. ഇവർ 2 ആൾക്കാരും ആ ഒരു ഭാഗമാണ് മെയിൻ ആയിട്ടുള്ള ഭാഗം എന്ന് പറയുന്നത്. ആ ഭാഗത്തു നിന്നാണ് വരിക. ഇനിയിപ്പോ റെയിൻ ബസേരിയമെന്ന് നോക്കുവാണെങ്കിൽ നമുക്ക് ആ നടുത്ത ഭാഗമാണ് വരുന്നത് വെച്ചാൽ പാഗലാത്മി, പിന്നെന്താണ് ലേഖക്, പിന്നെന്താണ് നമ്മുടെ ചോട്ടു. ഈ 3 ആൾക്കാരാണ് ക്യാരക്ടേഴ്സ് ആയിട്ട് വരുന്നത്. ക്യാരക്ടേഴ്സിന്റെ പേരും കൂടി പഠിച്ചാൽ പട്കഥ സെറ്റായി. അപ്പൊ നമുക്ക് ഇത്ര ക്യാരക്ടേഴ്സ് ആണ് വരുന്നത്. വൈറ്റ് ക്യാപ്പ് എന്ന് വരുവാണെങ്കിൽ നമുക്ക് ലാസ്റ്റിലോട്ടുള്ള ഭാഗമാണെങ്കിൽ എന്താണ് ഗുല്ലുവിന്റെ അമ്മയും കേശവും, അങ്ങനെയുള്ള ഒരു രീതിയിലാണ് വരുന്നത് കേട്ടോ. പിന്നെ നടുവിൽ വെച്ചിട്ട് പാരന്റ്സും കേശവും സംസാരിക്കുന്ന ഒരു ഭാഗമുണ്ട്. ചിലപ്പോഴേ അത് വരാൻ സാധ്യതയുള്ളൂ, ചിലപ്പോൾ വരാം. ഓക്കെ, അപ്പൊ അതും കൂടി എന്റെ മക്കൾ ആലോചിച്ച് വെക്കുക. ക്യാരക്ടേഴ്സിന്റെ പേരിനെ കുറിച്ച് ഒരു ഐഡിയ ഉണ്ടായിരിക്കണം. പാത്ര മീൻസ് എന്താണ്? കഥാപാത്രങ്ങളാണ്. കഥാപാത്രമാണ്, ഒരിക്കലും കഥാപാത്രം എഴുതി വെക്കരുത് കേട്ടോ. പിന്നെ ഉംറ മീൻസ് എന്താണ്? വയസ്സാണ്. വയസ്സ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഇട്ട് കൊടുക്കാടാ, ഇഷ്ടമുള്ളത്. അപ്പൊ യുവതി എന്ന് പറയുന്ന സമയത്ത് 60 വയസ്സ് ഇട്ട് കൊടുക്കാൻ മതി. ഓക്കെ, എഴുതുന്ന സമയത്ത് എന്താണ് നിങ്ങൾ ഇങ്ങനെ എഴുതാ. ഓക്കെ, സാലിനും കൂടി കൂട്ടിച്ചേർത്ത് എഴുതാ, 30 വയസ്സ് സാൽ എന്ന് കൂട്ടിച്ചേർത്തിട്ട് എഴുതുക കേട്ടോ. പിന്നെ എന്താണ് വേഷഭൂഷ. എല്ലാവർക്കും ഇഷ്ടമുള്ള ഡ്രസ്സ് ഇടിപ്പിച്ചെടുക്കുക. ഡ്രസ്സാണ് ഇവിടെ തന്നിട്ടുള്ളത്. ആണുങ്ങളാണെങ്കിൽ എല്ലാവർക്കും ഷർട്ട്, പാന്റ്. ഇനിയിപ്പോ കുഞ്ഞിക്കുട്ടികളാണെങ്കിലും ഷർട്ട്, പാന്റ് എഴുതി വെച്ചാൽ മതി. ഇനിയിപ്പോ പെൺകുട്ടികളാണെങ്കിൽ എന്താണ്, വലിയ ആൾക്കാർക്ക് സാരി ഉടുപ്പിച്ചെടുക്കുക. ഇനിയിപ്പോ ചെറിയ ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ ചുരിദാറിന് നമ്മൾ ചൂടിദാർ എന്ന് പറയും. ചൂടിദാർ പഠിച്ചു ചൂടെ, നിങ്ങൾക്ക് പഠിക്കാൻ എളുപ്പത്തിൽ ഞാൻ ചൂടിദാർ എന്ന് എഴുതി വെച്ചേക്കുന്നത്. സാരിക്ക് സാടി എന്ന് പറയും. ഈ രാക്ക് പകരം കണ്ട ഒരു ഡി എന്ന് പറയും. എത്രയുള്ള വ്യത്യാസം. സാരിക്ക് സാടി, ചുരിദാറിന് ചുടിദാർ. ഓക്കെ, പിന്നെ ഷർട്ട്, പാന്റ് അത് നമുക്ക് എന്തായാലും എഴുതാലോ. ഓക്കെ, ആൺകുട്ടികളാണെങ്കിൽ ഇങ്ങനെ, പെൺകുട്ടികളാണെങ്കിൽ അങ്ങനെ. ഓക്കെ, വേഷഭൂഷൺ സെറ്റായി. പിന്നെ നടുവിൽ നമ്മൾ എന്താണ് ഒരു ഘടന എന്ന് പറഞ്ഞൊരു ഭാഗം എഴുതും. അതെന്താണ്? സബ് ബാത് കർ രേ ഹേ. ചിലപ്പോൾ നമുക്ക് എഴുതാൻ പറ്റിയെന്ന് വരില്ല ഘടന. ഇങ്ങനെ സംഭവം അവിടെ എന്തൊക്കെയാ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്നുള്ളതാണ് ശരിക്കും നമ്മൾ ഘടനയിൽ എഴുതേണ്ടത്. പക്ഷെ അത് എഴുതാൻ സമയമില്ല, നമുക്ക് കിട്ടിയില്ലെങ്കിൽ എളുപ്പ പരിപാടി ഇതാണ്. സബ് ബാത് കർ രേ ഹേ, എല്ലാവരും സംസാരിക്കുകയാണ്. ഓക്കെ, സബ് ബാത് കർ രേ ഹേ ഒരു ബ്രാക്കറ്റിൽ ഇട്ട് വെക്കുന്നു. എന്നിട്ട് കഴിഞ്ഞു. ഇത്ര എഴുതിയാൽ തന്നെ എന്റെ കുഞ്ഞു മക്കളെ നിങ്ങൾക്ക് 2 മാർക്ക് സെറ്റാണ്. 2 മാർക്ക് വെറുതെ പറയുന്നല്ലേ, 2 മാർക്ക് സെറ്റാണ്. പിന്നെ കഥാപാത്രം 1, ഇവിടെ പാത്രം 1, പാത്രം 2 എന്ന് പറഞ്ഞിട്ട് എഴുതരുത്. ക്യാരക്ടറിന്റെ പേര് നമ്മൾ ഇവിടെ എഴുതിയില്ലേ,
ക്യാരക്ടറിന്റെ പേര് മക്കൾ എപ്പോഴും തെറ്റിക്കുന്ന കേട്ടോ. അത് ക്യാരക്ടറിന്റെ പേര് ഇവിടെ എഴുതിയിട്ട് അവർ പറയുന്ന കോൺവെർസേഷൻ എന്താണോ അവർ സംസാരിക്കുന്നത് അത് എഴുതേണ്ട ഭാഗമാണിത്. പട്കഥയും കോൺവെർസേഷനും തമ്മിലുള്ള വ്യത്യാസം ഇതാണ്. ഇവിടെയാണ് കോൺവെർസേഷൻ എഴുതേണ്ടത്. എഴുതുക, 8 എണ്ണെങ്കിലും എഴുതാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഫുൾ മാർക്കൊക്കെ കിട്ടണമെങ്കിൽ എന്ത് ചെയ്യുക, 8 എണ്ണം ഒന്നും എഴുതണം എന്നില്ല എൻ്റെ മക്കള്. ഒരു 6 എണ്ണെങ്കിലും, അതായത് ഒരാൾ 3 എണ്ണെങ്കിലും സംസാരിക്കുന്ന രീതിയിൽ എഴുതിയിട്ടുണ്ടാവണം. നമ്മൾ 8ന്റെ കണക്കാണ് പറയാറ് കേട്ടോ. അപ്പൊ നോക്കുക, ഒരാൾ 4 എണ്ണെങ്കിലും സംസാരിക്കുന്ന രീതിയിലോട്ട് എഴുതാം. കുറച്ച് സംഭാഷണം എവിടെ നിന്ന് കിട്ടുമെന്ന് അറിയോ? നമ്മുടെ ആ ഒരു ബോക്സിൽ ഉണ്ടാവും, കുറച്ച് സംഭാഷണം ബോക്സിൽ ഉണ്ടാവും. പിന്നെ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ക്യാരക്ടറിന്റെ പേരൊക്കെ വിളിക്കുക. അപ്പം ഇവിടെ എന്താണ്, ഇപ്പൊ ക്യാരക്ടർ ഒന്ന്, ഇപ്പൊ കേശവിന്റെ ആ ഒരു ഭാഗമാണ് ഗുല്ലുക്കി മാ എന്ന് വിളിക്കുക. അപ്പൊ എന്താണ് അടുത്ത ഗുല്ലുക്കി മാ വന്നിട്ട് ക്യാ ഹേ ബേട്ടാ, എന്ത് പറ്റി മോനെ എന്ന് ചോദിക്കുക. ഇപ്പൊ മറ്റേ നമ്മുടെ യുവതിയുടെയും ഇതുവാണെങ്കിൽ, യുവതിയും നമ്മുടെ പത്നിയും കൂടി ഉള്ളതാണെങ്കിൽ ഫസ്റ്റത്തെ ഇത് നിങ്ങൾക്ക് എന്ത് കൊടുക്കാം, ചേച്ചി ദീദി എന്ന് കൊടുക്കാം. അപ്പൊ നമ്മുടെ പത്നി എന്ത് പറയും, ക്യാ ഹേ എന്ന് ചോദിക്കാം. ക്യാ ഹേ യുവതി എന്ന് ചോദിക്കുന്നത്, ക്യാ ഹേ എന്താ, ഇത്രേ ഉള്ളൂ. അങ്ങനെ പറഞ്ഞിട്ട് എഴുതുക. ലാസ്റ്റ് ഒരു ധന്യവാദം കൂടി പറഞ്ഞ് നിർത്തുക. അതാണ് നമ്മുടെ സംഭാഷണം എന്ന് പറയുന്നത്. നടുവിൽ എന്താ ചെയ്യുക, കുറച്ച് ഭാഗങ്ങൾ നിങ്ങൾക്ക് ഇവിടെ നിന്ന് കിട്ടും, ബോക്സിൽ നിന്ന് കിട്ടും. അത് തെരഞ്ഞെടുത്ത് എഴുതേണ്ട പരിപാടി മക്കളാ ചെയ്യേണ്ടത്. എങ്ങനെ നോക്കിയാലും എൻ്റെ പൊന്നു മക്കളെ 4 മാർക്ക് കിട്ടാനുള്ള മുതൽ ഇതിൻ്റെ ഉള്ളിലുണ്ട്. ഇതൊരിക്കലും എന്താണ് പഠിക്കാതെ നിങ്ങൾ പോകാൻ വേണ്ടി പാടില്ല. ഇതാണ് പട്കഥ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം നമ്മൾ ഈ ഒരു ഏകദേശ രീതിയിൽ നിങ്ങൾക്ക് എക്സാം എഴുതാനുള്ള എല്ലാ സാധനങ്ങളും ഒപ്പിച്ച് തന്നിട്ടുണ്ട്. ഇതെന്ത് ചെയ്യുക, പഠിക്കുക, കൃത്യമായിട്ട് പഠിക്കുക. നമ്മൾ ഒരുപാട് ഷോർട്ടുകളും കാര്യങ്ങളൊക്കെ ഇടുന്നുണ്ട്. ആ ഒരു 3 മാർക്കിന്റെ പിരമിഡിലെ ഷോർട്ട് ആക്കിയിട്ടിട്ടുണ്ട്. അത് എന്തായാലും കണ്ടിട്ട് പോകുക, അതെന്തായാലും വരും. 3 മാർക്കിന്റെ മുതലാണ്, അതും കൊണ്ട് കളയരുത്. ഇനി ഡിപ്രഷൻ ഒന്നും അടിച്ചിരിക്കരുത്. നിങ്ങൾക്ക് കഴിയും, എന്തായാലും പഠിക്കാൻ കഴിയും. പഠിക്കാൻ കഴിയില്ല എന്നുള്ള ഒരു സംഭവമേ ഇല്ല. നിങ്ങളെ കൊണ്ട് കഴിഞ്ഞില്ലെങ്കിൽ വേറെ ആരെക്കൊണ്ടും കഴിഞ്ഞിട്ടില്ല എന്നുള്ള കാര്യം ആലോചിക്കുക. നന്നായിട്ട് കഷ്ടപ്പെടുക. നമ്മുടെ മുമ്പിൽ ഒരു രാത്രി ഉണ്ട്. ഓക്കെ, സമയമില്ലാന്ന് വിചാരിക്കേണ്ട, ഒരു രാത്രി ഉണ്ട്. കഷ്ടപ്പെടാ, അങ്ങ് പഠിച്ച് കളയാ. പഠിച്ചു കഴിഞ്ഞിട്ട് ഇനിയും എഴുതാൻ പറ്റില്ല, അങ്ങോട്ട് പോട്ടെ എന്ന് വിചാരിക്കണം, അല്ല പിന്നെ. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യാം, കൃത്യമായിട്ട് പഠിക്കാം. ഓൾ ദി ബെസ്റ്റ്, ബൈ.